വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. എന്താണ് പുതിയൊരു ചാപ്റ്റർ അല്ലേ? പുതിയ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആ ചാപ്റ്ററിന്റെ പേര് തന്നെ വളരെ കൂളാണ്, ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് കാണാം മിസ് വെച്ചേക്കുന്ന പിക്ചേഴ്സും അതിമനോഹരമായ 2 പിക്ചേഴ്സാണ്, ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ്. നമ്മൾ ചാപ്റ്റർ 3 ആണ് പഠിക്കാൻ പോകുന്നത്, ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ്. നമുക്കറിയാം നൈറ്റിംഗൽ എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കിളിയാണ്. മനുഷ്യരുടെ ഹൃദയം സൂതൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിളിയാണ്. റെഡ് റോസ് എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് ലവ്. സംശയമൊന്നുമില്ലല്ലോ. ബാക്കിയുള്ള റോസസിന് വേറെ വേറെ കാര്യങ്ങളാണ്. യെല്ലോ ഫ്രണ്ട്ഷിപ്പ്, വൈറ്റ് പീസ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ റെഡ് ആണ് നമ്മൾക്ക് ലവിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും കാണാറ്. നമുക്കറിയാം വാലന്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ റെഡ് റോസ് ഇസ് ഓഫ് ഗ്രേറ്റ് ഡിമാൻഡ്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ റെഡ് റോസിൻ്റെ ആണ്, വൈറ്റും യെല്ലോ എന്നും അല്ല. അപ്പോൾ നൈറ്റിംഗലും റോസും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ. കാരണം നൈറ്റിംഗൽ എന്ന് പറയുമ്പോൾ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു ബേർഡാണ്. റോസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം പ്രകൃതി തന്നെ നമുക്ക് തരുന്ന ഒരു സമ്മാനമാണ് റെഡ് റോസ് എന്ന് പറഞ്ഞാൽ. അത്രയും ഭംഗിയാണ് ഈ റെഡ് റോസ് കാണാൻ. ഈ ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടാവുന്ന റെഡ് റോസ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ്. ഈ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും അതിൻ്റെ ഒരു പ്രത്യേകതരം മണവും എല്ലാം ഉണ്ട്. ഫ്രാഗ്രൻസ്, റോസിൻ്റെ ഫ്രാഗ്രൻസ് ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ പാഠം നമുക്ക് തരുന്നത് വലിയൊരു പാഠമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ഒരു പാഠമാണ്. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ് ലവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. എന്താണ് ലവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു കാര്യമായിരിക്കും വാട്ട് ഈസ് ഫേക്ക് ലവ്. നമ്മൾ ട്രൂ ലവും ഫേക്ക് ലവ് എന്താണെന്ന് നമുക്കറിയാം. ആക്ച്വലി മിസ്സിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ദർ ഇസ് നോ സച്ച് വേർഡ് ലൈക്ക് ട്രൂ ആൻഡ് ഫേക്ക്. വെൻ ദർ ഇസ് ലവ് ദാറ്റ് ഇസ് ട്രൂ, ബാക്കിയെല്ലാം വെറും പ്രഹസനങ്ങളാണ്, പ്രിറ്റൻഡിങ്. ഇറ്റ് ഇസ് നോട്ട് ലവ് അല്ലേ? അതൊന്നും ലവ് അല്ല. അപ്പോൾ ഫേക്ക് ലവും ട്രൂ ലവ് എന്ന് പറയേണ്ട ആവശ്യമില്ല. വെൻ ദർ ഇസ് ലവ് ദാറ്റ് ഇസ് കോൾഡ് ലവ്. അല്ലാന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ലവ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ചാപ്റ്റർ നമ്മളോട് പറഞ്ഞു തരുന്നത് അതാണ്, ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ് എന്ന അതിമനോഹരമായ ചാപ്റ്റർ ആണ്. മിസ് ചുമ്മാ തള്ളണതല്ല കേട്ടോ, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ എന്താന്ന് നോക്കാം. At some point in our life, we realize that nature soothes us and shares our pain. അപ്പോൾ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങളിപ്പോൾ ആ ഘട്ടത്തിലൊന്നും എത്തിയിട്ടില്ല, ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകും, പക്ഷെ അവർക്ക് ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത പലതും പ്രകൃതിക്ക് തരാൻ നമുക്ക് പറ്റും. ലൈക്ക് ഞാൻ പറയുകയാണ്, ഒരാൾ വളരെ വിഷമിച്ചിട്ട് നിൽക്കുവാണ്, ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോവുകയാണ്, ഷെയർ ചെയ്യാൻ ആരുമില്ല, ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് ഒരു ബീച്ചിൽ ഒറ്റയ്ക്ക് പോയി ഒന്നിരുന്ന് നോക്കിയാലോ? അയാൾ അനുഭവിക്കുന്ന ആ ഒരു സൂട്ട്നെസ് ഇല്ലേ, ദാറ്റ് ഇസ് ഫ്രം ദ ബീച്ച് ഹി ഗെറ്റ്സ്. അവിടെ വർക്ക് ചെയ്യുന്നത് പ്രകൃതിയാണ്. ഒരു കടലും ആ കടലിലെ തിരമാലകളും അത് നോക്കി ജസ്റ്റ് ഒന്ന് മുഴുകിയിരുന്ന് നോക്കി ഒരു സന്ധ്യാസമയവും കൂടി ആയാൽ, സൺസെറ്റും കൂടി ആയാൽ ഓക്കെയാണ്. ആ സൺസെറ്റ് നമുക്ക് തരുന്ന വേറൊരു പ്രതീക്ഷയുണ്ട്, നാളെ ഒരു സൺറൈസ് ഉണ്ടെന്ന പ്രതീക്ഷ. സോ ദാറ്റ് ഇസ് വാട്ട് ലൈഫ് ഇസ് കോൾഡ്. ഒരു ഹോപ്പ് വേണം. എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ ഒരു തിരുനാളില്ലാണ്ട് മുന്നോട്ട് പോവുക സാധ്യമല്ല. അപ്പോൾ മിസ് പ്രസംഗിച്ച സമയം കളയുന്നില്ല. ഡസ് നേച്ചർ ഹെൽപ്പ് us when we are in trouble or need? പ്രകൃതി നമ്മൾ എന്തെങ്കിലും കുഴപ്പത്തിലാകുമ്പോൾ സഹായിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസ് ഇപ്പോൾ പറഞ്ഞ സിറ്റുവേഷൻ വരുമ്പോൾ ഓക്കെ അല്ലേ, സഹായിക്കാറുണ്ടല്ലോ ഇല്ലേ? ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാതെ മിസ് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. പിന്നെ കടലിൽ പോയി എന്ത് സമാധാനം കിട്ടാനാണ് എന്ന് ചോദിക്കരുത്, കിട്ടും. ബീച്ചിൽ ജസ്റ്റ് പോയി ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ബി കൂൾ ആൻഡ് റിലാക്സ്, യു വിൽ ഗെറ്റ് റിലീഫ്. അതാണ് മിസ് പറയുന്നതാണ്, മിസ്സിൻ്റെ അനുഭവത്തിൽ തന്നെ പറയാനാണെന്ന് കൂട്ടിക്കോ. എന്തായാലും യു വിൽ ഗെറ്റ് ഇറ്റ്. റീഡ് എ സ്റ്റോറി അബൌട്ട് ഹൗ നേച്ചർ ഹെൽപ്പ് മാൻ ഇൻ ടൈംസ് ഓഫ് നീഡ്. മനുഷ്യന് ഒരു ആവശ്യമുള്ള സമയത്ത് എങ്ങനെയാണ് പ്രകൃതി സഹായിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അബൌട്ട് ദ ഓഥർ. അപ്പോൾ ഓഥർ ആരാന്ന് നോക്കാം. ഓസ്കാർ വൈൽഡ് എന്നാണ് പറയുന്നത്. 1854 ആൻഡ് 1900, അതായത് 1854 ജനിച്ചു, 1900 മരിച്ചു. ഹി വാസ് ആൻ ഐറിഷ് പോയിറ്റ്. ഐറിഷ് പോയിറ്റ് എന്ന് പറഞ്ഞാൽ അയർലാൻഡിൽ ജീവിച്ചു വന്ന പോയിറ്റാണ്. അയർലാൻഡിൽ ബോൺ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഐറിഷ് പോയിറ്റ്. ഫിക്ഷൻ റൈറ്റർ ആൻഡ് എസ്സേസ്. ഫിക്ഷൻ റൈറ്റർ എന്താണ്? ഫിക്ഷൻ റൈറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഫിക്ഷൻ എന്ന് വെച്ചാൽ സാങ്കല്പിക കഥകൾ, കെട്ടുകഥകൾ, അതായത് കുറച്ചും കൂടി നമ്മൾ
ഇമാജിനേഷൻ്റെ എക്സ്ട്രീമിലൊക്കെ നിന്ന് എഴുതുന്ന സാധനമാണ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ. ഫിക്ഷൻ റൈറ്റർ ആൻഡ് എസ്സേയിസ്റ്റ്. അപ്പോൾ ഫിക്ഷൻ റൈറ്ററും എസ്സേയിസ്റ്റും ആണ്, എസ്സേ ഒക്കെ എഴുതാറുണ്ട്. He is considered as a central figure in aesthetic writing and a master short story writer. അപ്പോൾ ഷോർട്ട് സ്റ്റോറി റൈറ്ററിൽ ഒരു മാസ്റ്റർ ആണ്, പിന്നെ സെൻട്രൽ ഫിഗർ ഇൻ എസ്തെറ്റിക് റൈറ്റർ ആണ്. He was a staunch advocate of the art for art's sake. staunch advocate എന്ന് വെച്ചാൽ എന്താ പറയുക, വെരി ഡിവോട്ടഡ് എന്നാണ് മീനിങ്. അവിടെ അഡ്വക്കേറ്റ് ആണെന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, വക്കീലാണെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്റ്റോഞ്ച് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ വെരി ഡിവോട്ടഡ് പേഴ്സൺ ആയിരുന്നു എന്ന്. എന്തിനാണ്? ഓഫ് ദ ആർട്ട് ഫോർ ആർട്ട് സേക്ക്, കലയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ഓസ്കാർ. His major plays include A Woman of No Importance, An Ideal Husband, and The Importance of Being Earnest, and the novel The Picture of Dorian Gray. കുറേ നോവൽസ് ഉണ്ട്, കുറേ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, എല്ലാം നമുക്കൊരു മോറലും തീമും ഒക്കെ പറയുന്നുണ്ട്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ് മിസ് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും നമ്മൾ ഈ ഓഥറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓഥറിനെ കുറിച്ചുള്ള ബാക്കിയുള്ള സ്റ്റോറീസ് ഒക്കെ വായിക്കാൻ നോക്കണം. സോ ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ വൊക്കാബുലറി, നോട്ട് ഓൺലി, പിന്നെ എന്താണ്, നിങ്ങൾക്ക് കൂടുതൽ അറിവും തരും അല്ലേ. വായിച്ചാലാണ് വളരുമ്പോൾ കുഴപ്പമില്ലാതെ വളരാം, അങ്ങനെയല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ വായിക്കാൻ തോന്നണം. അതിനാണ് നിങ്ങൾക്ക് ഈ റൈറ്റിങ്സ് ഒക്കെ ഏതാണ് എന്താണെന്നൊക്കെ തരുന്നത്. അല്ലാതെ അയാളെ കുറിച്ച് മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അയാൾ തന്ന ഒരു കഥ മാത്രം പഠിച്ചാലും കാര്യമില്ല. ഓക്കെ അല്ലേ. In 1888, he wrote poems and published The Happy Prince and Other Tales, a collection of children's story. ഹാപ്പി പ്രിൻസിന്റെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പോംസ് എഴുതിയിട്ടുണ്ട്, പിന്നെ എന്താണ് ഹാപ്പി പ്രിൻസ് പബ്ലിഷ് ചെയ്തു, പിന്നെ വേറെ കുറേ കഥകൾ. ടെയിൽസ് എന്ന് പറഞ്ഞാൽ കുറേ കഥകളാണ്. കളക്ഷൻ ഓഫ് ചിൽഡ്രൻസ് സ്റ്റോറി കുട്ടികളുടെ കഥകളാണ്. ലേറ്റർ ഈ പബ്ലിഷ് കളക്ഷൻ ഓഫ് എസ്സേസ് ആർഗ്യൂയിങ് ദ ടെനറ്റ്സ് ഓഫ് എത്തിസ്റ്റിസം. എത്തിസ്റ്റിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ആർട്ട് എക്സിസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്സ് ബ്യൂട്ടി. ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് കല നിലകൊള്ളുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നോ നീഡ് ടു സെർവ് എനി പൊളിറ്റിക്കൽ പർപ്പസ്. എന്ന് വെച്ചാൽ ഒരു കല എപ്പോഴും അന്നത്തെ കാലത്ത് ഒരു കല, ഒരു സ്റ്റോറി, ഒരു ഡ്രാമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പൊളിറ്റിക്കൽ പർപ്പസ് സെർവ് ചെയ്തിരുന്നു. മനസ്സിലായോ? എന്തെങ്കിലും അതിനൊരു പൊളിറ്റിക്കൽ പർപ്പസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോക്കി. പക്ഷേ ഓസ്കാറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കലക്ക് മാത്രം, ഫോർ ദ സേക്ക് ഓഫ് ആർട്ട്, അത്രയും മതി. അതിൻ്റെ അപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ പർപ്പസ് സെർവ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതായത് ഒരു കഥ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കഥയുടെ ഫീലിംഗ് ആണ്, അതിൻ്റെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും വേണ്ട എന്നായിരുന്നു ഓസ്കാർ പറഞ്ഞത്. The Nightingale and the Rose. So we are moving on to the chapter that is The Nightingale and the Rose. She said that she would dance with me if I brought her red roses, cried the young student, but in all my garden there is no red rose. So ഒരു യങ് സ്റ്റുഡൻ്റ് ആണ് ദ സ്റ്റോറി സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് മനസ്സിലാകും റെഗുലർ മോഡ് ഓഫ് സ്റ്റാർട്ടിങ് അല്ല സ്റ്റോറി അല്ലേ. വൺസ് upon a time, long time ago, nothing like that. There is no intro. കഥയുടെ ഉള്ളിലോട്ട് പോവുകയാണ്. എന്താണ്? She said that she would dance with me if I brought her red roses. അവൾ പറഞ്ഞു അവൾ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാമെന്ന്. എന്തുകൊണ്ടെന്നാൽ റെഡ് റോസസ് കൊണ്ടുവന്നാൽ. സോ നിങ്ങൾ ആലോചിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കടകളിൽ എപ്പോഴും ലഭിക്കുന്ന റെഡ് റോസിന്റെ കാലഘട്ടമല്ല കഥ നടക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ കഥ എഴുതിയിരിക്കുന്ന കാലഘട്ടം. മനസ്സിലായല്ലോ? സോ ഇമ്പോർട്ടൻസ് ഓഫ് റെഡ് റോസ് ഇസ് ദാറ്റ് മച്ച്. ക്ലിയർ അല്ലേ? നമുക്കിപ്പോൾ റെഡ് റോസ് വേണോ? 10 രൂപ, 12 രൂപ, 15 രൂപ എന്തോ കൊടുത്താൽ നമുക്ക് റെഡ് റോസ് കിട്ടും. എപ്പോൾ വേണമെങ്കിലും കിട്ടും, എല്ലാ ദിവസവും കിട്ടും. മന്തും സീസണും ഒന്നും പ്രശ്നമല്ല. പക്ഷെ കഥ നടക്കുന്ന കാലഘട്ടത്തിൽ അത് പ്രശ്നമായിരുന്നു. സോ എന്താണ് പറയുന്നത്? ക്രൈഡ് ദ യങ് സ്റ്റുഡൻറ്. അപ്പൊ കരയുകയാണ്. കരയുകയെന്ന് പറയുമ്പോൾ മീൻസ് ലൈക്ക് സങ്കടത്തോടെ പറയുന്നതാണ് അർത്ഥം. ബട്ട് ഇൻ ഓൾ മൈ ഗാർഡൻ ദർ ഇസ് നോ റെഡ് റോസ്. പക്ഷേ എൻ്റെ ഗാർഡനിൽ എവിടെയും ഒരു റെഡ് റോസ് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റെഡ് റോസ് ഇസ് ഓൾവേസ് എ സിമ്പിൾ ഓഫ് ലവ്. അപ്പോൾ ഒരു പെണ്ണിന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ദ ചീപ്പസ്റ്റ്, ആക്ച്വലി വില കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നല്ല സാധനം തന്നെയാണ് റെഡ് റോസ്. അപ്പോൾ ഇവിടെ ആ പെണ്ണും ആവശ്യപ്പെടുന്നത് റെഡ് റോസ് കൊടുത്താൽ ഞാൻ ഡാൻസ് കളിക്കാമെന്നാണ് പറയുന്നത്. From a nest in the oak tree, the nightingale heard him, and she looked out through the leaves and wondered. അപ്പോൾ ഓക്ക് ട്രീയിൽ ഒരു കൂട്ടിലിരുന്ന് നൈറ്റിംഗലും ഈ കാര്യം കേട്ടു. എന്താ കേട്ടെ? റെഡ് റോസ് കൊടുത്താൽ അവൾ എൻ്റെ കൂടെ ഡാൻസ് കളിക്കും എന്നുള്ള കാര്യം ആരാ കേൾക്കുന്നേ?
നൈറ്റിംഗിൾ കേട്ടു. ഞാൻ പറഞ്ഞു നൈറ്റിംഗിൾ ഇസ് എ വണ്ടർഫുൾ ബേർഡ്. ഷീ ലുക്ക്ഡ് ഔട്ട് ത്രൂ ദ ലീവ്സ് ആൻഡ് വണ്ടേർഡ്. അപ്പോൾ കൂട്ടിലാണല്ലോ, ഇലയുടെ ഉള്ളിൽ കൂടെ നോക്കി അത്ഭുതപ്പെട്ടു, വണ്ടേർഡ്. കാരണം അക്കോർഡിംഗ് ടു നൈറ്റിംഗിൾ ലവ് ഇസ് എ ഗ്രേറ്റ് തിങ്. നൈറ്റിംഗിളിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ തിങ്. ഇപ്പോൾ ഐ ലവ് യു എന്ന് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് യുവർ ലവറിനോട് മാത്രം പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ. നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാലോ. പ്യുവർ ലവ് എന്ന് പറയുമ്പോൾ ആരുടെ സ്നേഹമാണ് നിങ്ങൾ പ്യുവർ എന്ന് പറയാം? പ്യുവർ എന്ന് പറഞ്ഞാൽ ഒരു തരി ഫേക്ക് തിങ്ങില്ലാണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് യുവർ പാരൻസ് ലവ് ഇല്ലേ? എന്നിട്ട് നമ്മൾ അവരോട് ഐ ലവ് യു പറയാറുണ്ടോ? ഡു യു ടെൽ ഐ ലവ് യു ടു യുവർ പാരൻസ്? നമ്മൾ കാണുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചും കൂടി എക്സ്പ്രഷൻ ഒക്കെ കുറവാണ് ഇവിടെ. പക്ഷെ അതേസമയം യൂറോപ്യൻ കൺട്രീസിൽ താങ്ക് യു പറയാറുണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതോടൊപ്പം ഐ ലവ് യു എന്ന്, ഐ ലവ് യു മമ്മി, ഐ ലവ് യു സോ മച്ച്, അങ്ങനെയൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് എന്നാണ് അവരുടെ കൾച്ചർ. നമ്മുടെ കൾച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇറ്റ് ഈസ് സപ്രസ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങൾ. നമ്മുടെ ഇവിടെ ആരും എനിക്ക് തോന്നുന്നില്ല ഒരു ഇത്തിരി പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം അമ്മനെ ഹഗ് ചെയ്യുന്ന കിസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇല്ലേ? നമ്മൾ അതൊന്നും ഇറ്റ്സ് എ സ്മോൾ കിഡോ തിങ് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റിംഗിൾ ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. എൻ്റെ കൂടെ ഡാൻസ് കളിക്കും അവള്, എന്ത് കൊടുത്താലാണ് റെഡ് റോസ് കൊടുത്താലെന്ന് പറയുമ്പോൾ ആ നൈറ്റിംഗിൾ അത്ഭുതപ്പെടുകയാണ്. നൈറ്റിംഗിൾ എന്താ അത്ഭുതപ്പെടുന്നത്? അറ്റ് ലാസ്റ്റ് ഷീ ഫൗണ്ട് എ ലവർ അല്ലേ? ഒരു നല്ലൊരു കാമുകനെ കണ്ടെത്തിയതിന്റെ അത്ഭുതമാണ് നൈറ്റിംഗിളിലൂടെ പ്രകടിപ്പിക്കുന്നത്. നോ റെഡ് റോസ് ഇൻ ഓൾ മൈ ഗാർഡൻ, സി എക്സ്ക്ലമേഷൻ മാർക്ക്. അത് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്ട്രോങ് ഇമോഷൻ ഈ എക്സ്പ്രസസ്. നോ റെഡ് റോസ് ഇൻ ഓൾ മൈ ഗാർഡൻ. എൻ്റെ കുറെ, അതായത് അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവാം. അത് ആ ഗാർഡനിൽ എവിടെയും എന്തില്ല, റെഡ് റോസ് ഇല്ല. ഹി ക്രൈഡ് ആൻഡ് ഹിസ് ബ്യൂട്ടിഫുൾ ഐസ് filled with tears. കരയുന്നതാണ്. അപ്പോൾ പറയുന്നത് വളരെ സങ്കടപ്പെട്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. ഒപ്പം ബ്യൂട്ടിഫുൾ ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ണിൽ ഫുള്ള് കണ്ണീര് നിറഞ്ഞു നിൽക്കുവാണെന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ആ സ്റ്റുഡൻറ്, പേരൊന്നും പറയുന്നില്ല, യങ് സ്റ്റുഡൻറ് ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? റെഡ് റോസിന് വേണ്ടിയിട്ട്. ഓ വാട്ട് ലിറ്റിൽ തിങ്സ് ഡസ് ഹാപ്പിനെസ് ഡിപ്പെൻഡ്. അതായത് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്, സന്തോഷം എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ സന്തോഷത്തിന്റെ അളവുകോലായിട്ട് കാണിക്കുന്നത് റെഡ് റോസ് ആണ്. റെഡ് റോസ് കിട്ടിയ യങ് സ്റ്റുഡൻറ് ഹാപ്പി ആകും. വൈ? ബിക്കോസ് ഷീ വിൽ ഡാൻസ് വിത്ത് ഹിം എന്നൊരു കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് സന്തോഷത്തിന്റെ അളവുകോല് എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഐ ഹാവ് റെഡ് all that the wise men have written, and all secrets of philosophy are mine. Yet, for want of a red rose, is my life made wretched. എന്താണ് പറയുന്നത്? ഞാൻ ഈ ബുദ്ധിയുള്ള മനുഷ്യർ, വൈസ് മാൻ എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യരൊക്കെ എഴുതിയതൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ all the secrets of philosophy are mine. അതായത് ആള് നല്ലോണം ബുക്ക് വായിക്കുന്ന കൂട്ടത്തിലാണ്. all the philosophy are mine എന്ന് പറയുമ്പോൾ ഞാൻ ഫിലോസഫി എഴുതിയെന്നല്ല അർത്ഥം, അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. Yet for want of a red rose is my life had made wretched. Wretched എന്ന് പറയുമ്പോൾ നനഞ്ഞു കുതിരുക അല്ലെങ്കിൽ നശിച്ചു പോകുക എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ എൻ്റെ ജീവിതം നശിക്കാൻ എന്താണ് കാരണം? ഒരു റെഡ് റോസ് വേണം. ഒരു റെഡ് റോസ് വേണം എന്നുള്ള കാര്യം കൊണ്ട് എൻ്റെ ജീവിതം നശിച്ചിരിക്കുകയാണെന്നാണ് യങ് സ്റ്റുഡൻറ് കരയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആള് ബുക്കൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. Here at last is a true lover, said the nightingale. Nightingale എന്താ പറയുന്നത് നോക്കി? ഹിയർ, ഇവിടെ, അവസാനം. സോ അന്നും ഫേക്ക് ലവും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരിക്കണം അല്ലെ? ഓസ്കാർ ഈ കഥ എഴുതുമ്പോൾ ഫേക്ക് ലവ് ഒക്കെ ഉണ്ടായിരുന്ന ഇതായിരിക്കണം. കാരണം മിസ് വിശ്വസിക്കുന്നില്ല ഒരു കഥാകാരൻ എഴുതുന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണെന്ന് മിസ് വിശ്വസിക്കുന്നില്ല. പല നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കഥയുടെ ത്രെഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. ദിസ് ഇസ് ഫിക്ഷൻ. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടുകഥയാണ്, ഒരിക്കലും നടന്നൊരു കഥയല്ല. അപ്പോൾ ഫിക്ഷൻ സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് കഥാകാരൻ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കഥാകാരന്റെ തന്നെ സ്വന്തം അനുഭവമാണോന്നും മിസ്സിന് അറിയില്ല. അങ്ങനെയും ആവാം, അല്ലാണ്ടും ആവാം.
ഹിയർ അറ്റ് ലാസ്റ്റ് ഇസ് എ ട്രൂ ലവർ. ഒരു നല്ലൊരു കാമുകൻ, അല്ലെങ്കിൽ എന്താണ്, നന്നായിട്ട് യഥാർത്ഥ കാമുകൻ ഇതാണ് എന്നാണ് നൈറ്റിംഗേൽ പറയുന്നത്. നൈറ്റ് ആഫ്റ്റർ നൈറ്റ് ഹാവ് ഐ സങ് ഓഫ് ഹിം though I knew him not. Night after night have I told a story to the stars and now I see him. ഓരോ രാത്രിയും രാത്രി തോറും ഞാൻ പാടിയിരുന്നത് ഇവനെ കുറിച്ചാണ്. രാത്രി എനിക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. though I knew him not. എനിക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നെങ്കിലും രാത്രി തോറും ഞാൻ പാടിയിരുന്നത് ഇവനെ കുറിച്ചാണ്. പിന്നെയോ രാത്രി തോറും ഞാൻ നിങ്ങളോട് പറഞ്ഞ കഥകൾ, അതായത് നക്ഷത്രങ്ങളോടും പറഞ്ഞ കഥകളിൽ ഇവനുണ്ടായിരുന്നു. അവസാനം ഞാൻ അവനെ കണ്ടുമുട്ടി. ഞാൻ പറഞ്ഞില്ലേ, നൈറ്റിംഗേൽ എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ വേർഡാണ്. നൈറ്റിംഗേളുടെ സോങ്സ് ഒക്കെ നിങ്ങൾ പാട്ട് എങ്ങനെയാണ് നൈറ്റിംഗേൽ പാടുന്നതെന്ന് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ദാറ്റ് ഈസ് എ സ്വീറ്റ് സോങ്. അതുകൊണ്ടാണ് നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് സിംഗേഴ്സിനെയാണ് നമ്മൾ നൈറ്റിംഗേൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ നൈറ്റിംഗേൽ ആരാന്ന്. സോ ഇവിടെ നൈറ്റിംഗേൽ പറയുന്നത് ഞാൻ പാടിയിരുന്ന ആള്, ഞാൻ ആരെക്കുറിച്ചാണോ കഥകൾ പറഞ്ഞിരുന്നത് അയാളെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ അവസാനം ഞാൻ ആ വ്യക്തിയെ കണ്ടുമുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നൈറ്റിംഗേൽ പാടിയിരുന്ന പാട്ടില് സ്നേഹമുണ്ടായിരുന്നു, അല്ലേ? സ്നേഹമുണ്ടായിരുന്നു, സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവസാനം നൈറ്റിംഗേൽ ഒരു യഥാർത്ഥ കാമുകനെ ഇവിടെ കാണുകയാണ്. His hair is dark as the hyacinth blossom and his lips are red as the rose of his desire. But passion has made his face like pale ivory and sorrow has set a seal upon his brow. എന്താണ് പറഞ്ഞിരിക്കുന്നത്? His hair is dark as a hyacinth blossom. Hyacinth blossom ഇതാണ് കേട്ടോ. ഇതാണ് ഹയാസിൻ എന്ന് പറഞ്ഞ ചെടി. ഹയാസിൻ ബ്ലോസം എന്ന് പറഞ്ഞാൽ അതുപോലെ കട്ടയായിട്ട്, ലൈക്ക് യു ക്യാൻ സീ എ ക്ലസ്റ്റർ, അല്ലേ? ഒരു കട്ട പോലെയാണ്. പൂവിൻ്റെ ഇത് നോക്കി, പെറ്റൽസ് ഒക്കെ നോക്കി ഒരു കട്ട പോലെയല്ലേ? അതായത് അത്രത്തോളം മുടിയുണ്ട്, അത്രത്തോളം ഇരുട്ടാണ്, മീൻസ് കറുത്തതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇരുട്ടെന്ന് പറയുമ്പോൾ മുടി ഇരുട്ടെന്ന് പറയോ? ഇല്ല. ഹിസ് ഹെയർ ഇസ് ഡാർക്ക് എന്ന് പറയുമ്പോൾ നല്ല കറുത്ത മുടിയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഹിസ് ലിപ്സ് ആർ റെഡ് ആസ് എ റോസ് ഓഫ് ഹിസ് ഡിസയർ. അവൻ്റെ റോസിനോടുള്ള ഡിസയർ പോലെ തന്നെ ചുമന്ന് തുടുത്തതാണ് അവൻ്റെ ലിപ്സ് എന്നാണ് പറയുന്നത്. ബട്ട് പാഷൻ ഹാസ് മെയ്ഡ് ഹിസ് ഫേസ് ലൈക്ക് പെയിൽ ഐവറി. പാഷൻ എന്ന് പറയുമ്പോൾ സഫറിങ് ആണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവി കേട്ടിട്ടില്ലേ? അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ സഫറിങ്സ് മാത്രമാണ്. വേറെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും ആ സിനിമയിലില്ല. ആ ഗുഡ് ഫ്രൈഡേക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. ഹൗ ജീസസ് ഇസ് എന്താണ് ക്യാരിങ് ദ ക്രോസ് ആൻഡ് എവറിത്തിങ്, അല്ലേ? കുരിശ് ചുമക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ പാഷൻ എന്ന് പറയുമ്പോൾ സഫറിങ് ആണ്. അപ്പോൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ജീസസിന്റെ സഫറിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പാഷൻ എന്ന വേർഡ് ഇല്ലേ, എന്താണ്? ബട്ട് പാഷൻ ഹാസ് മെയ്ഡ് ഹിസ് ഫേസ് ലൈക്ക് പെയിൽ ഐവറി. വെളറി വെളുത്തിരിക്കുന്നത് പോലെ ആക്കി വെച്ചു എന്നാണ് പറയുന്നത് മുഖം. ആൻഡ് സോറോ ഹാസ് സെറ്റ് ഹർ സീൽ അപ്പോൺ ഹിസ് ബ്രോ. ബ്രോ എന്ന് പറയുമ്പോൾ പിരികാണ്, അല്ലെങ്കിൽ നെറ്റി. അപ്പോൾ എന്താണ് സോറോ എന്ന് വെച്ചാൽ സങ്കടം അവളുടെ സീൽ അവിടെ പതിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത്രത്തോളം മീൻസ് ലൈക്ക് ഫേസ് ഇസ് വെരി സാഡ്. നമുക്ക് ചിലവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന്റെ കണ്ണാടിയാണ്. പല ദുഃഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന്. എന്താണ് മൊത്തത്തിൽ ഫേക്ക് ഫേസസ് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഈ കൊറോണ വന്നപ്പോൾ മാസ്ക് വെച്ചപ്പോൾ ആക്ച്വലി കുറേ നമ്മുടെ മാസ്ക് ഫേസ് തന്നെയാണ് നമ്മൾ മാസ്ക് വെച്ച് ഹൈഡ് ചെയ്തതെന്ന് മീൻസ് ഫിലോസഫിക്കലി പറഞ്ഞാൽ കേട്ടോ. The prince gives a ball tomorrow night. എപ്പോഴാണ് ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻഡ്രല്ല സ്റ്റോറിയൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമുക്കറിയാം ബോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ബോൾ ദാറ്റ് യു പ്ലേ വിത്ത്. ആ ബോൾ അല്ല, ഒരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടത്തുന്ന യൂറോപ്യൻ കൺട്രീസിൽ പറയുന്ന പേരാണ് ബോൾ. ദ പ്രിൻസ് ഗീവ്സ് എ ബോൾ ടുമാറോ നൈറ്റ്. നാളെ പ്രിൻസിന്റെ രാജകൊട്ടാരത്തിൽ രാജകുമാരൻ ഒരു ബോൾ ഡാൻസ് പ്രോഗ്രാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മർമേർഡ് ദ യങ് സ്റ്റുഡൻറ്. പിറുപിറുക്കുകയാണ്, കാരണം അവിടെ കേൾക്കാൻ ആരുമില്ല, അല്ലേ? അപ്പോൾ ആത്മകഥം പോലെ താനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ പ്രിൻസ് ഗീവ്സ് എ ബോൾ ടുമോറോ നൈറ്റ്, മർമേർഡ് ദ യങ് സ്റ്റുഡൻറ്, ആൻഡ് മൈ ലവ് വിൽ ബി ഓഫ് ദ കമ്പനി. എൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ ആ പെണ്ണിനെയാണ് ഉദ്ദേശിക്കുന്നത്. വിൽ ബി ഓഫ് ദ കമ്പനി, അവിടെ ഉണ്ടാകും. ഇഫ് ഐ ബ്രിങ് ഹർ എ റെഡ് റോസ് ഷി വിൽ ഡാൻസ് വിത്ത് മീ ടിൽ ഡോൺ. ഞാനൊരു റെഡ് റോസ് കൊണ്ടുവന്നാൽ പ്രഭാതം വരെ, അതായത് ഒരു ഡാൻസ് പ്രോഗ്രാംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം നൈറ്റ് പ്രോഗ്രാംസ് ആയിട്ടാണ് മിക്കപ്പോഴും സെറ്റപ്പ് ചെയ്യാറ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഈവനിങ് സ്റ്റാർട്ട് ചെയ്ത് ഇറ്റ് വിൽ ഗോ ഓൺ കണ്ടിന്യൂസ്ലി. സിൻഡ്രല്ല പ്രോബ്ലം കഥ ഓർക്കുന്നില്ലേ? 12 മണിക്ക് മുമ്പ് ഇറങ്ങിയില്ലെങ്കിൽ ഷൂസ് എല്ലാം ചേഞ്ച് ആയി റാഗ്സ് ആവും എന്നാണ് പറയുന്നത്, അല്ലേ?
അപ്പോൾ അവിടെ നമുക്ക് അറിയാം ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഡാൻസ് പ്രോഗ്രാം മീൻസ് ഇറ്റ്സ് നോട്ട് ഡാൻസ് പ്രോഗ്രാം, ഒരു എന്താണ് കപ്പിൾസ് ഒക്കെ കൂൾ സ്മൂത്ത് എന്താണ് മ്യൂസിക്കിനെ ഡാൻസ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ, അല്ലാതെ നമ്മൾ ഉത്സവത്തിനും അങ്ങനെ കാണുന്ന ഡാൻസ് പ്രോഗ്രാം അല്ല മിസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രഭാതം വരെ, ഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഭാതം വരെ അവൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യും. എന്ത് കൊടുത്താൽ? റെഡ് റോസ് കൊടുത്താൽ. ബട്ട് ദർ ഇസ് നോ റെഡ് റോസ് ഇൻ മൈ ഗാർഡൻ, സോ ഐ ഷാൽ സിറ്റ് ലോൺലി ആൻഡ് ഷി വിൽ പാസ് മീ ബൈ. പക്ഷെ എൻ്റെ ഗാർഡനിൽ, എൻ്റെ തോട്ടത്തിൽ റെഡ് റോസ് ഇല്ല. അപ്പോൾ റെഡ് റോസ് ഇല്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാം, എന്നിട്ട് ഷി വിൽ പാസ് മീ ബൈ എന്ന് വെച്ചാൽ എന്നെ കടന്ന് അവൾ പോകും. അതായത് റെഡ് റോസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡാൻസ് കളിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. സോ ഹി വിൽ ഹാവ് ടു ഫുൾഫിൽ ഇറ്റ് അല്ലേ. മിക്കപ്പോഴും നമുക്കറിയാം ഈ കാമുകിമാരെന്ന് പറയുന്നത് ഒരുപാട് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണ് അല്ലേ. കാമുകന്മാർ പലപ്പോഴും ഇതൊക്കെ സാധിച്ചു കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുമാണ്. തിരിച്ച് ചെയ്യുന്ന ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ അങ്ങനെ തിരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ടൈം എഫേർട്ടൊക്കെയാണ് മിക്കവരും ആഗ്രഹിക്കാറ്. ഇവിടെ നമ്മുടെ കാമുകി ആഗ്രഹിക്കുന്നത് ഒരു റെഡ് റോസ് ആണ് ഗാർഡനിൽ, പക്ഷേ റെഡ് റോസ് ഇല്ല. അപ്പോൾ ഡാൻസിന് കളിക്കാൻ ആൾ കൂടെ ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമെന്നാണ് യങ് സ്റ്റുഡൻറ് പറയുന്നത്. ഷി വിൽ ഹാവ് നോ ഹീഡ് ഓഫ് മീ. എന്താണ് ഹീഡ് ഓഫ് മീ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ആണ്. അപ്പൊ എനിക്കൊരു അറ്റൻഷൻ തരാൻ അവൾ ഉണ്ടാവില്ല അല്ലേ. കാരണം പെണ്ണുങ്ങൾ കുറെ കാര്യത്തിൽ സ്റ്റബേൺ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ദ ടൈം ഓഫ് റെഡ് റോസസ് എന്ന ബോധമുണ്ട്. ആ പെണ്ണും കുട്ടിക്കോ അറിയാൻ പറ്റും ആ സമയത്ത് റെഡ് റോസ് വിരിയില്ല എന്ന് അല്ലേ. റെഡ് റോസ് ഇല്ലാത്ത ടൈമാണ്. റെഡ് റോസസിനൊക്കെ ഓരോ ക്ലൈമറ്റും സീസണും ഒക്കെ ഉള്ള മിസ് പറഞ്ഞു ഇന്നത്തെ കാലമല്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ആ സമയത്ത് റെഡ് റോസ് ഇല്ലെന്ന് ആ പെൺകുട്ടിക്ക് അറിയാൻ പറ്റുമല്ലോ. സോ ദിസ് ഇസ് എന്താണ് ഒരു കണ്ടീഷൻ വെച്ചിരിക്കുമ്പോൾ അതൊരിക്കലും നടത്താൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് മുന്നിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഷീ വിൽ ഹാവ് നോ ഹീഡ് ഓഫ് മീ. എനിക്ക് അറ്റൻഷൻ ഒന്നും ഉണ്ടാവില്ല. ആൻഡ് മൈ ഹാർട്ട് വിൽ ബ്രേക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയം തകരും. സോ ഈ സ്റ്റുഡൻറ് ആത്മകഥം പോലെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ കേട്ടുകൊണ്ട് ആരാണ് ഇരിക്കുന്നത്? The nightingale. Nightingale is there listening to all these things. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. റെഡ് റോസ് കിട്ടിയാൽ ആ പെൺകുട്ടിക്ക് കൊണ്ട് കൊടുത്താൽ ഡാൻസ് കളിച്ചാൽ he will be the happiest person in the world. കാരണം ഒരു പെണ്ണിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പെണ്ണിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് കരയുന്ന ഒരു ചെറുക്കൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വണ്ടർഫുൾ തിങ് അല്ലേ. നിങ്ങൾക്കും അറിയാൻ പറ്റും, നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചെക്കന്മാരൊക്കെ ഉണ്ടോ അറിയില്ല. Here indeed is the true lover, said the nightingale. പിന്നെ നൈറ്റിംഗൽ ആ വാക്ക് പറയുകയാണ്. എന്താണ്? ഇതാണ് ട്രൂ ലവർ, യഥാർത്ഥ കാമുകൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. What I sing of, he suffers. What is joy to me, to him is pain. ഞാൻ എന്തിനെ കുറിച്ചാണോ പാടുന്നത് അതാണ് എന്താണ് ആ കുട്ടി അല്ലെങ്കിൽ അവൻ എന്താണ് സഫർ ചെയ്യുന്നത്, വേദനിക്കുന്നത് അല്ലെ. വാട്ട് ഈസ് ജോയ് ടു മീ, എനിക്ക് എന്താണോ സന്തോഷം തരുന്നത് അവനത് വേദനയാണ്. എന്താണ് വേദനയാവുന്നത്? നൈറ്റിംഗൽ പാടുന്നതൊക്കെ സ്നേഹത്തിനെ കുറിച്ചാണ്. ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഈ യങ് സ്റ്റുഡൻറ്റിനെ എന്താണ് വേദനയാണ് ആകുന്നത് അല്ലെ. കാരണം നമുക്കറിയാം ഈ ഇവിടെ റെഡ് റോസ് കിട്ടാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വേദനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് പെയിൻ ആണ്. ഓഫ് കോഴ്സ് വിത്ത് ട്രൂ ലവ് കംസ് റിയൽ പെയിൻ അല്ലെ. ഉറപ്പാണ് ഒരു യഥാർത്ഥ സ്നേഹം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് വേദനകളും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ട്രൂ ലവറിനെ കണ്ട സന്തോഷമാണ് നൈറ്റിംഗലിനെ. നൈറ്റിംഗൽ പാടി തീർത്ത ആ കാമുകനെ കണ്ട സന്തോഷത്തിലാണ് നൈറ്റിംഗൽ. പക്ഷേ നൈറ്റിംഗലിനെ ഈ സങ്കടം കണ്ടിട്ട് വിഷമം വരുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ യഥാർത്ഥ കാമുകൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, അങ്ങനെ ഒരാളുണ്ടെന്നുള്ള തിരിച്ചറിവ് വളരെ സന്തോഷമാണ് നൈറ്റിംഗലിന് കൊടുക്കുന്നത്. The musicians will sit in their gallery, said the young student, and play upon their stringed instruments, and my love will dance to the sound of the harp and the violin. എന്താണ്? മ്യൂസീഷ്യൻസ് ഗാലറിയിൽ ഇരുന്നുകൊണ്ട് യങ് സ്റ്റുഡൻറ് പറയുകയാണ് ആൻഡ് പ്ലേ അപ്പ് ഓൺ ദ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ്. സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം സ്ട്രിങ്സ് ഉണ്ടോ, ഇതിനൊക്കെ സ്ട്രിങ്സ് ഉണ്ട് ഇല്ലേ. ഈ വയലിനും ഹാർപ്പിനും, ഇത് ഹാർപ്പാണ്, ഇത് വയലിനാണ് കേട്ടോ. അപ്പോൾ ഈ വയലിനും ഹാർപ്പിനും ഒക്കെ എന്തുണ്ട്? സ്ട്രിങ്സ് ഉണ്ട്. He buried his face in his hands and wept. അപ്പോൾ ഈ മ്യൂസിഷ്യൻസ് പാട്ട് പാടുമ്പോൾ ഹാർപ്പും വയലിനൊക്കെ കൊണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ എൻ്റെ ലവ്, ഈ ഒരിക്കലും പേര് പറയുന്നില്ല, എൻ്റെ ലവ് മൈ ലവ് എന്നാണ് പറയുന്നത്. മൈ ലവ് വിൽ ഡാൻസ് ടു ദ സൗണ്ട് ഓഫ് ദ ഹാർപ്പ് ആൻഡ് വയൽ. He buried his face in his hands and wept. അപ്പോൾ കയ്യിൽ എന്താണ് buried his face എന്ന് പറയുമ്പോൾ കയ്യിൽ മുഖം ഇതാക്കി വെച്ചിട്ട് കരയാണ്.
സീ ദ സിൻസിയറിറ്റി അല്ലെ, ഭയങ്കര സിൻസിയർ ലവറാണ്. അപ്പോൾ സങ്കടം വരുവാണ്. അവള് ഡാൻസ് ചെയ്യും, ഞാൻ ഒറ്റയ്ക്കിരിക്കും, കാരണം എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്, റെഡ് റോസ് തന്നാൽ മാത്രമേ ഡാൻസ് കളിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Why is he weeping? asked a little green lizard. Green lizard പടം വെച്ചിട്ടുണ്ട്. Why is he weeping? അല്ലെ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്നത് ആരാണ്? ഗ്രീൻ ലിസാർഡ് ആണ് ചോദിക്കുന്നത്. As he ran past him with his tail in the air. അപ്പോൾ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണല്ലോ. ഓടുമ്പോൾ ഗ്രീൻ ലിസാർഡ് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് അവൻ കരയുന്നതെന്ന് ചോദിക്കുന്നത്. Why indeed? whispered Daisy to his neighbor in a soft low voice. അപ്പോൾ ഡെയ്സി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അടുത്തിരിക്കുന്ന ആളോട്. ടു ഹിസ് നെയ്ബർ ഇൻ എ സോഫ്റ്റ് ലോ വോയിസ്. അയൽവക്കക്കാരൻ അല്ലെങ്കിൽ അതാണല്ലോ അയൽവാസി എന്നാണ് നെയ്ബർ. അപ്പൊ അടുത്തിരിക്കുന്നവനോട് ചോദിക്കുന്നത് എന്താണ്, ഭയങ്കര പതിഞ്ഞ ശബ്ദത്തിലാണ് ചോദിക്കുന്നത്, എന്തിനാണ് കരയുന്നത് ചോദിക്കില്ലേ, എന്തിനാ കരയുന്നത് ചോദിക്കണം. അപ്പൊ ചോദിക്കുന്നുണ്ട്, The nightingale said that he was weeping for a red rose. അപ്പോൾ ഉത്തരം പറയുന്നത് നൈറ്റിംഗൽ ആണ്. നൈറ്റിംഗൽ പറയുന്നു he was weeping for a red rose. ഒരു റെഡ് റോസിന് വേണ്ടിയാണ് അവൻ കരയുന്നത്. മനസ്സിലായല്ലോ, റെഡ് റോസിന് വേണ്ടിയിട്ടാണ് കരയണം. For a red rose they cried. എന്താണ് പറയുന്നത്? For a red rose. ഒരു റെഡ് റോസിന് വേണ്ടിയിട്ടോ? റെഡ് റോസിനൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും കരയോ? How very ridiculous. എന്താ പറയുന്നത്? അയ്യേ, റിഡിക്കുലസ് എന്ന് പറഞ്ഞാൽ കളിയാക്കമാണ്, ഒരു പരിഹാസ്യമായ എന്നാണ് അർത്ഥം വരുന്നത്. അയ്യേ, ഇതിന് വേണ്ടിട്ടോ കളിയാക്കമാണ് കേട്ടോ അവര്. ഹൗ വെരി റിഡിക്കുലസ്, അയ്യേ ഇതിനൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും കാര്യം. ആൻഡ് ദ ലിറ്റിൽ ലിസാർഡ് ലാഫ്ഡ് ഔട്ട്റൈറ്റ്. ഔട്ട്റൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി, തികച്ചും എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ്, ലിസാർഡും ഡെയ്സിയും ചോദിക്കുന്നു, നൈറ്റിംഗൽ ഉത്തരം പറയുന്നുണ്ട്, ഒരു റെഡ് റോസിന് വേണ്ടിയിട്ടാണ് അവൻ കരുതുന്നത്. അയ്യേ, റെഡ് റോസിന് വേണ്ടിയിട്ടാ കരയണേ. അതായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്. ആൻഡ് ദേ ലാഫ്ഡ്. ഭയങ്കരമായിട്ട്, സ്മൈൽ അല്ല കേട്ടോ, ലാഫാണ്, പൊട്ടിച്ചിരിച്ചു എന്നാണ് അർത്ഥം. കളിയാക്കി ചിരിക്കില്ലേ നമ്മൾ, അതാണ് ഇവിടെ സിറ്റുവേഷൻ. But the nightingale understood the secret of the student's sorrow, and she sat silent in the oak tree and thought about the mystery of love. എന്താണ്, അവരൊക്കെ കളിയാക്കിക്കോട്ടെ, ഗ്രീൻ ലിസാർഡ് കളിയാക്കിക്കോട്ടെ, പക്ഷേ നൈറ്റിംഗലിന് മനസ്സിലായി ഈ സീക്രട്ടിൽ നമ്മുടെ സ്റ്റുഡൻറ് സോറോ, അതായത് ആ വിദ്യാർത്ഥി അനുഭവിക്കുന്ന വേദന. സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയാണല്ലോ, ആ വേദന എന്താണെന്ന്, ദ സീക്രട്ട്, അതിൻ്റെ രഹസ്യം ആർക്കറിയായിരുന്നു? നൈറ്റിംഗലിന് മനസ്സിലായിരുന്നു. ആൻഡ് ഷീ സാറ്റ് സൈലന്റ് ഇൻ ദ ഓക്ക് ട്രീ. ഓക്ക് ട്രീയിൽ സൈലൻ്റ് ആയിട്ട് നിശബ്ദമായിട്ടിരിക്കുകയാണ് നൈറ്റിംഗൽ. ആൻഡ് തോട്ട് അബൌട്ട് ദ മിസ്റ്ററി ഓഫ് ലവ്. എന്താണ് ചിന്തിക്കുന്നത്? നിശബ്ദമായിട്ടാണ് ഇരിക്കുന്നത്, എന്നിട്ട് ചിന്തിക്കുന്നത് മിസ്റ്ററി ഓഫ് ലവ് ആണ്. സ്നേഹത്തിനൊരു മിസ്റ്ററി ഉണ്ട്. ലൈക്ക് ഇറ്റ് ഡസ് നോട്ട് റിവീൽ എനിത്തിങ്. അതൊരു എന്താ പറയാ, ഒരു അത്ഭുതമോ മാജിക്കോ അങ്ങനെ എന്തൊക്കെയോ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മിസ്റ്ററി, അതിൻ്റെ സീക്രട്സ്, അതിൻ്റെ നിഗൂഢത, മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിഗൂഢതയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ നിഗൂഢതകൾ എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തൊക്കെ നിഗൂഢതകളിലാണ് സ്നേഹമുള്ളത്, സ്നേഹം എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നൈറ്റിംഗൽ ചിന്തിക്കുന്നത്. Suddenly she spread her brown wings for flight and soared into the air. പെട്ടെന്ന് നൈറ്റിംഗൽ എന്താണ് ചെയ്യുന്നത്? നൈറ്റിംഗലിന്റെ ബ്രൗൺ കളറിലുള്ള വിങ്സ് ചിറക് വിടർത്തി ഫോർ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എന്താ? പറക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സോഡ് ഇൻ ടു ദ എയർ. സോഡ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പൊങ്ങി, കാറ്റത്ത് വായുവിൽ ഉയർന്നു പൊങ്ങുകയാണ്. അപ്പോൾ നൈറ്റിംഗൽ പറക്കാൻ പോവുകയാണെന്നാണ് അർത്ഥം. ഷീ പാസ്ഡ് ത്രൂ ദ ഗ്രൂവ് ലൈക്ക് എ ഷാഡോ and like a shadow she sailed across the garden. അപ്പോൾ എന്താണ്? പാസ് ത്രൂ ദ ഗ്രൂവ് എന്ന് പറഞ്ഞാൽ തോട്ടം. തോട്ടത്തിൽ ഇങ്ങനെ ഒരു നിഴല് പോലെ അത് പിന്നിട്ടു അല്ലേ. ഷീ പാസ് ത്രൂ ദ ഗ്രൂവ് എന്ന് പറഞ്ഞാൽ തോട്ടമാണ്. ലൈക്ക് എ ഷാഡോ, ഒരു നിഴല് പോലെ തോട്ടം കടന്നുപോയി. ലൈക്ക് എ ഷാഡോ ഷീ സെയിൽഡ് അക്രോസ് ദ ഗാർഡൻ. അപ്പോൾ ഒരു നിഴല് പോലെ ഗാർഡനിൽ ചുറ്റും പറക്കുകയാണ് നൈറ്റിംഗൽ. മേ ബി ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ റെഡ് റോസ്. ഒരു റെഡ് റോസിന് വേണ്ടിയിട്ടുള്ള നോട്ടായിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. In the center of the grass plot was a beautiful rose tree, and when she saw it, she flew over to it. അപ്പോൾ ഒരു ഗ്രാസ് പ്ലോട്ട്, കുറേ പുല്ലൊക്കെ അതിൻ്റെ നടുക്കായിട്ട് ഒരു റോസ് ട്രീ നൈറ്റിംഗൽ കാണുകയാണ്. ബ്യൂട്ടിഫുൾ റോസ് ട്രീ ആയിരുന്നു. ആൻഡ് when she saw it, she flew over to it.
അപ്പോൾ അത് കണ്ടപ്പോൾ നൈറ്റിംഗേൾ അതിൻ്റെ അടുത്തോട്ട് പോയി. Give me a red rose, she cried, and I will sing you my sweetest song. എനിക്കൊരു റെഡ് റോസ് തരൂ. She cried means അപേക്ഷിക്കുന്ന പോലെ. And എന്താണ് തിരിച്ചു തരാന്ന് പറയുന്നത്? I will sing you my sweetest song. എൻ്റെ ഏറ്റവും മധുരതരമായ പാട്ട് ഞാൻ പാടിത്തരാമെന്നാണ് നൈറ്റിംഗേൾ പറയുന്നത്. But the tree shook his head. ഇതാണ് കേട്ടോ, shook his head എന്ന് പറഞ്ഞാൽ തലകുലുക്കി. But the tree shook his head. തലകുലുക്കുകയാണ്. The tree shook his head. My roses are white, it answered. But go to my brother who grows round the old sundial, and perhaps he will give you what you want. എന്താണ് ആ റോസ് ട്രീ പറയുന്നത്? എൻ്റെ റോസപ്പൂക്കളെല്ലാം വെള്ളയാണ്, വെളുത്ത കളറാണ് അല്ലേ, വൈറ്റ് കളറുള്ള റോസപ്പൂവാണ് എനിക്കുള്ളത്. മറുപടി പറയുന്നുണ്ട്. ബട്ട് ഗോ ടു മൈ ബ്രദർ ഹു ഗ്രോസ് റൗണ്ട് ദ ഓൾഡ് സൺഡയൽ. സൺഡയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, സൺഡയൽ. സൺഡയൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വിച്ച് ഷോസ് ദ ടൈം ബൈ ദ ഷാഡോ ഓഫ് എ പോയിന്റ്. ഓക്കെ, അതാണ് സൺഡയൽ. അപ്പോൾ സൺഡയലിൻ്റെ അവിടെ അടുത്തുള്ള എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോവാൻ. ഓക്കെ, ആൻഡ് പെർഹാപ്സ് ഹി വിൽ ഗിവ് യു വാട്ട് യു വാണ്ട്. അപ്പോൾ ചിലപ്പോൾ നിനക്ക് ആവശ്യമുള്ളത് അവൻ തരും എന്നാണ് ആര് പറയുന്നത്? വൈറ്റ് റോസ് ചെടി പറയുന്നത്. ഓക്കെ, so the nightingale flew over to the rose tree that was growing round the old sundial. അപ്പോൾ നൈറ്റിംഗേൾ എന്ത് ചെയ്യും? പറന്നു പോയിട്ട് ആ സൺഡയലിൻ്റെ അടുത്തുള്ള റോസ് ട്രീയുടെ അടുത്തെത്തും. Give me a red rose, she cried, and I will sing you my sweetest song. എന്താണ്? എനിക്കൊരു റെഡ് റോസ് ഇതാ, ഞാൻ നിനക്ക് എൻ്റെ ഏറ്റവും മധുരതരമായ ഗാനം പാട്ട് പാടി തരാമെന്നാണ് പറയുന്നത്. ബട്ട് ദ ട്രീ shook his head. അപ്പോൾ ഈ ട്രീയും എന്താണ്? തലകുലുക്കുകയാണ്. shook his head, തലകുലുക്കുന്നുണ്ട് കേട്ടോ. My roses are yellow. എന്താണ്? എൻ്റെ റോസപ്പൂക്ക് യെല്ലോ ആണ്. ഇറ്റ് ആൻസേർഡ്. എൻ്റെ റോസസ് ആർ യെല്ലോ as the hair of the mermaid. ഇതാണ്ടോ മെർമെയ്ഡ്. മെർമെയ്ഡിൻ്റെ മുടി കണ്ടിട്ടില്ലേ? മത്സ്യകന്യക. നമ്മളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂണൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്നുള്ള മെർമെയ്ഡിൻ്റെ ഹെയർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. നല്ല ഗോൾഡൻ കളർ യെല്ലോ അല്ലേ? ആസ് യെല്ലോ ആസ് ദ ഹെയർ ഓഫ് ദ മെർമെയ്ഡ്. But go to my brother who grows beneath the student's window, and perhaps he will give you what you want. അപ്പോൾ ഈ റോസ് ചെടി പറയുന്നത് എന്താണ്? എൻ്റെ റോസൊക്കെ മഞ്ഞ കളറാണ്. അതായത് എങ്ങനത്തെ മഞ്ഞയാണെന്നാണ് പറയുന്നത്? മെർമെയ്ഡിൻ്റെ ഹെയർ പോലെ അത്രയും മഞ്ഞയാണ് എൻ്റെ റോസ്. പക്ഷെ വിഷമിക്കേണ്ട, എൻ്റെ ബ്രദർ, ഈ റോസ് ചെടിയുടെ ബ്രദർ ഉണ്ട്. എവിടെയാണ്? ഹു ഗ്രോസ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. ആ സ്റ്റുഡൻറ്റിൻ്റെ വീടിൻ്റെ വിൻഡോൻ്റെ അടുത്തുള്ള ഒരു റോസ് ട്രീ ഉണ്ട്. അവിടെ ചെല്ലുക, അവൻ ചിലപ്പോൾ നിനക്ക് ആവശ്യമുള്ളത് തരുമായിരിക്കും. പെർഹാപ്സ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പെർഹാപ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോഴാണ്, എപ്പോഴും നടക്കുന്നില്ല. ഓക്കെ, ആൻഡ് ഹി വിൽ ഗിവ് യു എന്ന് പറഞ്ഞിട്ടുള്ള പെർഹാപ്സ് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് റോസ് ചെടീനെ കണ്ടു. ആദ്യത്തെ റോസ് ചെടി എന്തായിരുന്നു? വെള്ളപ്പൂക്കളായിരുന്നു. എനിക്ക് വെള്ളപ്പൂക്കളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞു എനിക്ക് മഞ്ഞ പൂക്കളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എവിടെയാണ്? നെക്സ്റ്റ് ഒരു ബ്രദറിൻ്റെ അടുത്ത് പോകാനാണ് പറയുന്നത്. So the nightingale flew over to the rose tree that was growing beneath the student's window. അപ്പോൾ നൈറ്റിംഗേൾ എന്ത് ചെയ്യും? പറന്നു പോയിട്ട് ആ സ്റ്റുഡൻറ്റിൻ്റെ വിൻഡോൻ്റെ അടുത്തുള്ള റോസ് ട്രീയുടെ അടുത്തെത്തും. Give me a red rose, she cried, and I will sing you my sweetest song. എനിക്കൊരു റെഡ് റോസ് ഇതാ, എന്നിട്ട് ഞാൻ നിനക്ക് എൻ്റെ മധുരതരമായ ഏറ്റവും മനോഹരമായ ഗാനം പാടിത്തരാമെന്നാണ് നൈറ്റിംഗേളുടെ വാഗ്ദാനം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നൈറ്റിംഗേൾ ആണ് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് റെഡ് റോസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടാ? സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട്. സ്റ്റുഡൻറ്റിന് എന്തിനാ? ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാവരെയും ആക്ച്വലി റെഡ് റോസസ് നൈറ്റിംഗേളിനെ എല്ലാവരെയും നമ്മുടെ എഴുത്തുകാരൻ അത്യാവശ്യം എന്താണ് ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ലൈക്ക് ബ്രദർ ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഗോ ടു മൈ ബ്രദർ അല്ലേ, എൻ്റെ ബ്രദറിൻ്റെ അടുത്തോട്ട് പോകാൻ. റോസ് ചെടിയാണ്, റോസ് ചെടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ അടുത്തോട്ട് പോകും, അവൻ ചിലപ്പോൾ നിനക്ക് തരും എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ ചോദിക്കുകയാണ്, എടാ ഒരു 10-20 രൂപ ചോദിച്ചാൽ ഇല്ല എൻ്റെ അടുത്തില്ലടാ, എൻ്റെ ചേട്ടനോട് ചോദിച്ചാൽ തരാം എന്ന് പറയുമ്പോൾ സോ ലൈക്ക് വൈസ് ഇവിടെ റോസും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ബ്രദറിൻ്റെ അടുത്തെത്തി, സ്റ്റുഡൻറ്റിൻ്റെ വിൻഡോൻ്റെ അടുത്തുള്ള റോസ് ചെടിയുടെ അടുത്തെത്തി. ബട്ട് ദ ട്രീ shook his head. പക്ഷേ ഇവിടെയും ട്രീ തല കുലുക്കുകയാണ്. മൈ റോസസ് ആർ റെഡ്, ഇറ്റ് ആൻസേർഡ്. ഓക്കെ, അപ്പോൾ റോസസ് റെഡ് ആണ്. ആസ് റെഡ് ആസ് എ ഫീറ്റ് ഓഫ് എ ഡോവ്. ഡോവ് എന്താ? പ്രാവാണ്. കാല് കണ്ടോ? നല്ല ചുവന്നിരിക്കണ കാലാണ്. എങ്ങനെയാണ് എൻ്റെ റോസ് എന്ന് പറയുന്നത്? ആസ് റെഡ് ആസ് ദ ഫീറ്റ് ഓഫ് എ ഡോവ്. ഡോവിൻ്റെ കാലിനെ പോലെ തന്നെ
അത്രമാത്രം ചുമന്നതാണ് എൻ്റെ റോസ്. ആൻഡ് റെഡർ ദാൻ ദ ഗ്രേറ്റ് ഫാൻസ് ഓഫ് കോറൽസ് ദാറ്റ് വീവ് ആൻഡ് വീവ് ഇൻ ദ ഓഷ്യൻ കാവറിൻ. ഇതാണ് കോറൽ എന്ന് പറയുന്നത്. ഓഷ്യൻ കാവറിനുള്ള കോറൽ കണ്ടോ, നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് കാണുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, എൻ്റെ റെഡ് റോസ്, എൻ്റെ റോസസ് ആർ റെഡ്, എൻ്റെ റോസ് റെഡ് ആണ്. സ്റ്റുഡൻറ്റിൻ്റെ വിൻഡോൻ്റെ അടുത്തുള്ള റോസ് പ്ലാന്റിൽ എന്തായാലും റെഡ് റോസ് ആണോ ഉള്ളത്. പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഡോവ്സ് ഫീറ്റുമായിട്ടും കോറലായിട്ടും, ഓഷ്യൻ കാവറിനുള്ള കോറലായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരെയും മിസ് ഇവിടെ പടം കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഡോവിനെയൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ, റെഡ് ആണോ, വേറെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ, പക്ഷേ റെഡ് ഉള്ളത് കോമൺ ആയിട്ട് കാണാറില്ല, വേറെ കളേഴ്സ് കാണാറുണ്ട്. എന്തായാലും ഒരു പിങ്കിഷ് ഒക്കെ കളർ എന്തായാലും ഉണ്ട്. അപ്പോൾ ചില ഡോവിൻ്റെ, ഇപ്പം ഇത് വൈറ്റ് ഡോവ് ആയതുകൊണ്ടിട്ട് നല്ല റെഡ് കളറാണ് ഈ ഡോവിൻ്റെ കാല്. ഓക്കെ, അപ്പോൾ അത്രത്തോളം റെഡ് ആണ് എൻ്റെ പൂവെന്നാണ് ആര് പറയുന്നത്, റോസ് പ്ലാന്റ് പറയുന്നത്. ബട്ട് ദ വിൻഡർ ഹാസ് ചിൽഡ് മൈ വെയിൻസ് and the frost has nipped my hand buds and the storm has broken my branches and I shall have no roses at all this year. ഇവിടെ റെഡ് റോസ് ചോദിക്കുമ്പോൾ ഇവിടത്തെ ട്രീയും തല കുലുക്കുന്നുണ്ട്, തരാമെന്നല്ല അർത്ഥം, ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിട്ടാണ്, റെഡ് റോസ് ആണോ ഉള്ളത്, പക്ഷെ എന്താ പ്രശ്നം, ബട്ട് ദ വിൻഡർ ഹാസ് ചിൽഡ് മൈ വെയിൻസ്. റോസ് ചെടിയുടെ ഞരമ്പുകൾ, വെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി കൊമ്പ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റോസ് അപ്പോൾ വിന്റർ സീസൺ ആണ് കേട്ടോ. അപ്പോൾ വിന്റർ സീസൺ നമുക്കറിയാം മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ്. അപ്പോൾ മഞ്ഞത്ത് അത് ഞാൻ തണുത്ത് വിറച്ചിരിക്കുകയാണെന്നാണ് ചെടി പറയുന്നത്. ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്ഡ് മൈ ബഡ്സ്. ഫ്രോസ്റ്റ് എന്താണ്, മഞ്ഞ് അല്ലേ. ആ നിപ്ഡ് മൈ ബഡ്സ്, എൻ്റെ ബഡ്സിനെയൊക്കെ മൂടിയിരിക്കുകയാണ് അല്ലേ, മുട്ടില്ലേ, ബഡ്സ് മുട്ടാണ്, നിപ്ഡ് മൈ ബഡ്സ്. അപ്പോൾ ടു പുട്ട് എന്താണ്, ക്വിക്ക് എൻഡ് ടു സംതിങ്, അത് കവർ ചെയ്ത് വിരിയാൻ പാകത്തിനല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ സ്റ്റോം ഹാസ് ബ്രോക്കൺ മൈ ബ്രാഞ്ചസ്. അവിടെ വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റോം മിക്കപ്പോഴും ഉണ്ടാവും, തണുത്ത ഭയങ്കര കാറ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്റ്റോം, ആ കൊടുങ്കാറ്റിൽ എൻ്റെ ബ്രാഞ്ചസും ഒടിഞ്ഞുപോയി. ആൻഡ് ഐ ഷാൽ ഹാവ് നോ റെഡ് റോസസ് അറ്റ് ഓൾ ദിസ് ഇയർ. ഈ വർഷം മുഴുവൻ എനിക്ക് റെഡ് റോസ് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ലെന്നാണ് റെഡ് റോസ് ട്രീ പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ റെഡ് റോസസ് ആണ്, ഭയങ്കര വർണ്ണനയൊക്കെ കൊടുത്തു, പക്ഷെ പറയുന്നത് ഇതാണ്, എനിക്ക് ഈ മഞ്ഞുകാലത്ത്, ഇത്രയും തണുപ്പുള്ള മഞ്ഞുകാലത്ത് എൻ്റെ മൊത്തം ഞാൻ മരവിച്ച് ഇതായിട്ടിരിക്കുവാണ്, എനിക്ക് റെഡ് റോസസ് ഉണ്ടാവില്ല, ഈ വർഷം മുഴുവൻ എനിക്ക് റെഡ് റോസ് ഉണ്ടാവില്ല എന്നാണ് നൈറ്റിംഗേൽ പറയുന്നത്. റെഡ് റോസ് പറയുന്നത് അല്ലേ, നൈറ്റിംഗേളിനോട് പറയുന്നത് ഇതാണ്, എനിക്ക് ഈ വർഷം മുഴുവൻ റെഡ് റോസ് തരാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ അവിടെയാണ് റെഡ് റോസ്, ബാക്കി രണ്ടുപേരും എന്തായിരുന്നു, മഞ്ഞയും വെള്ളയൊക്കെ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു ഹോപ്പ് ആയിരുന്നു ഇവിടെ ഉണ്ടായത്. ഇവിടെ വന്ന് ചോദിച്ചപ്പോഴും റെഡ് റോസ് കിട്ടാൻ ഓപ്ഷൻ ഇല്ല എന്നാണ് അറിയുന്നത്. വേണ്ടത് നാളെയാണ് കേട്ടോ അല്ലേ. ഇന്നാണ് സ്റ്റുഡൻറ്റ് കരയുന്നത്, നാളെയാണ് ആ ബോൾ ഉള്ളത്. അപ്പം നാളെ പോകുമ്പോഴാണ് ഈ റെഡ് റോസ് വേണ്ടത്. One red rose is all I want, cried the nightingale. Only one red rose. Is there no way by which I can get it? എന്താണ്, എനിക്ക് ആകെ ഒരു റെഡ് റോസ് മതി. Only one red rose, cried the nightingale. Only one red rose മതി, ഒരേ ഒരു ചുമന്ന പൂ മാത്രം മതി. Is there no way? അതെനിക്ക് കിട്ടാൻ വേറെ വല്ല വഴിയുണ്ടോ? Is there no way by which I can get it? എനിക്കത് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. There is a way. ഒരു വഴിയുണ്ട്. Answered the tree. ട്രീ മറുപടി പറഞ്ഞു, ഒരു വഴിയുണ്ട്. But it is so terrible that I dare not to tell it to you. പക്ഷെ അത് വളരെ ടെറിബിൾ ആണ്. ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി കുഴപ്പം പിടിച്ചൊരു വഴിയാണ്. ഓക്കെ, ഒരു വഴിയുണ്ട് ചെയ്യാൻ, ഒരു വഴിയുണ്ട് റെഡ് റോസ് കിട്ടാൻ, പക്ഷെ അത് വളരെ കുഴപ്പം പിടിച്ചൊരു വഴിയാണ്, അതുകൊണ്ട് തന്നെ അത് ഞാൻ നിന്നോട് പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. Tell it to me, said the nightingale. I'm not afraid. എന്താണ്, അത് എന്നോട് പറഞ്ഞോളൂ. നൈറ്റിംഗേൽ പറയാണ്, എനിക്ക് പേടിയില്ല. അപ്പോൾ ടെറിബിൾ എന്ന് പറയുമ്പോൾ ലൈക്ക് അത്യാവശ്യം കുഴപ്പം പിടിച്ചൊരു വഴിയാണല്ലോ, അതാണ് പറയുന്നത്. എനിക്ക് പറയാൻ ധൈര്യമില്ല. എനിക്ക് പറയാൻ ധൈര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയാൻ പോണത്. അപ്പോൾ നൈറ്റിംഗേൽ പറയാണ്, പറഞ്ഞോളൂ, എനിക്ക് പേടിയില്ല എന്ന് പറയുന്നു. If you want a red rose, said the tree, you must build it out of music by moonlight and stain it with your own heart's blood. എന്താണ്, ഇപ്പൊ നിനക്ക് റെഡ് റോസ് വേണം അല്ലെ, നിനക്ക് റെഡ് റോസ് വേണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യു മസ്റ്റ് ബിൽഡ് ഇറ്റ് ഔട്ട് ഓഫ് മ്യൂസിക് ബൈ മൂൺലൈറ്റ്. നല്ല നിലാവുള്ള രാത്രിയിൽ നിന്റെ പാട്ട് കൊണ്ട് വേണം നിനക്കത് ഉണ്ടാക്കാൻ. പിന്നെയോ
വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. ഓക്കെ, മൂൺ ലൈറ്റിൽ പാട്ട് പാടാം, സിമ്പിൾ കണ്ടീഷൻ ആണ്. സെക്കൻഡ് കണ്ടീഷൻ, ആൻഡ് സ്റ്റെയിൻ ഇറ്റ് വിത്ത് യുവർ ഓൺ ഹാർട്ട്സ് ബ്ലഡ്. എന്തുകൊണ്ടാണ്? നിന്റെ ഹൃദയരക്തം കൊണ്ടാണ് അതിന് നിറം നൽകേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഹൃദയത്തിന്റെ ചോര അല്ലെ, ചോര നമുക്കറിയാം ചുവന്ന കളറാണ്. അപ്പോൾ ആ ചോര കൊണ്ടിട്ടാണ് സ്റ്റെയിൻ ഇറ്റ് വിത്ത്, സ്റ്റെയിൻ എന്ന് പറയാം കളറാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നിന്റെ ഹൃദയരക്തം കൊണ്ടിട്ടാണ് അതിന് നീ നിറം പകരേണ്ടത് എന്നാണ് പറയുന്നത്. യു മസ്റ്റ് സിങ് ടു മീ വിത്ത് യുവർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് എ ത്രോ. അപ്പോൾ ഹൃദയം നമുക്കറിയാം നെഞ്ചോട് ചേർത്തിട്ടാണ്, ഇവിടെ ഈ ചെസ്റ്റിന്റെ ഭാഗത്തിട്ടാണ് നമ്മുടെ ഹൃദയം ഉള്ളത്. അപ്പോൾ നീ പാടേണ്ടത് എങ്ങനെയാണ്? യു മസ്റ്റ് സിങ് ടു മീ വിത്ത് യുവർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് എ ത്രോ. എൻ്റെ മരത്തില് ഒരു മുള്ളിനോട് ചേർന്ന് നിന്ന് നിന്റെ ഹൃദയം, നിന്റെ നെഞ്ച് ചേർത്ത് വെച്ചിട്ട് വേണം നീ പാട്ട് പാടാൻ. മനസ്സിലായോ? എൻ്റെ മരത്തിലെ ഒരു മുള്ളിനോട് നിന്റെ നെഞ്ച്, നിന്റെ ചെസ്റ്റ് ചേർത്ത് വെച്ചിട്ട് വേണം നീ പാട്ട് പാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾ നൈറ്റ് ലോങ് യു മസ്റ്റ് സിങ് ടു മീ ആൻഡ് ദ ടോൺ മസ്റ്റ് പിയേഴ്സ് യുവർ ഹാർട്ട് ആൻഡ് ലൈഫ് ബ്ലഡ് മസ്റ്റ് ഫ്ലോ ഇൻ ടു മൈ വെയിൻസ് ആൻഡ് ബിക്കം മൈൻ. ഫുൾ രാത്രി, എൻറ്റയർ നൈറ്റ് നീ എനിക്ക് വേണ്ടി പാട്ട് പാടി തരണം. ആൻഡ് ദ ടോൺ, പാട്ട് പാടി തന്നെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ആൻഡ് ദ ടോൺ മസ്റ്റ് പിയേഴ്സ് യുവർ ഹാർട്ട്. എന്താണ്? എൻ്റെ മുള്ള്, എൻ്റെ ചെടിയിലെ മുള്ള് നിന്റെ ഹൃദയത്തിൽ തറച്ചു കയറണം. എന്നിട്ട് എന്ത് വേണം? ലൈഫ് ബ്ലഡ്, ജീവരക്തം എന്നാണ് പറയുന്നത്. മസ്റ്റ് ഫ്ലോ ഇൻ ടു മൈ വെയിൻസ്, എൻ്റെ ഞരമ്പിലോട്ട് നിന്റെ ജീവരക്തം ഒഴുകിയിറങ്ങണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താവണം? അത് എൻ്റെ ആവണം. സീ ദ കണ്ടീഷൻ ഇസ് വെരി ടെറിബിൾ. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പാട്ട് പാടണം, എൻറ്റയർ നൈറ്റ് പാട്ട് പാടണം. മാത്രമല്ല ഈ പാട്ട് പാടുമ്പോൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? മുള്ളിനോട് ചേർത്ത് വെച്ച്, നെഞ്ച് ചേർത്ത് വെച്ച് ഹൃദയത്തിൽ നിന്നുള്ള രക്തം പകർന്ന് ആ രക്തം ആയിരിക്കണം ഈ റോസിന്റെ ഞരമ്പിൽ പോയിട്ട് അത് സ്വന്തമാവണം, റോസിന് സ്വന്തമാവണം. എന്നാൽ മാത്രമാണ് എനിക്കൊരു ചുവന്ന പൂ തരാൻ പറ്റുള്ളൂ എന്നാണ് റോസ് ചെടി പറയുന്നത്. Death is a great price to pay for a red rose, cried the nightingale, and life is very dear to all. എൻ്റെ ഹൃദയത്തിലെ രക്തം പോകുമ്പോൾ, എൻ്റെ ചെസ്റ്റിലോട്ട് ഞാനൊരു മുള്ളു കുത്തി കയറ്റുമ്പോൾ ആക്ച്വലി ദർ ഇസ് എ ചാൻസ് ഓഫ് ഡെത്ത്. ചാൻസ് അല്ല, ഒരു ഡെത്ത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഒരു റെഡ് റോസിന് വേണ്ടി കൊടുക്കാനുള്ള ഏറ്റവും വലിയ വിലയാണ് എന്ത്? മരണം എന്ന് പറയുന്നത്. അതിപ്പോൾ ആരുടെ ആണെങ്കിലും മരണം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ ഡെത്ത് ഇസ് എ ഗ്രേറ്റ് പ്രൈസ് ടു പേ ഫോർ എ റെഡ് റോസ്. ഒരു റെഡ് റോസിന്റെ വില എന്ന് പറയുന്നത് ഒരാളുടെ മരണമാണ് അല്ലേ ചോദിക്കുന്നത്. cried the nightingale, and life is very dear to all. എല്ലാവർക്കും അവരവരുടെ ജീവൻ പ്രിയപ്പെട്ടതാണ് എന്നാണ് നൈറ്റിംഗൽ പറയുന്നത്. It is pleasant to sit in the green wood and to watch the sun in his chariot of gold and the moon in a chariot of pearl. എന്താണ്? നല്ല പ്ലസന്റ് ആണ്, നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഗ്രീൻ വുഡ് എന്നാണ്, പച്ചപ്പ് നിറഞ്ഞ ആ തോട്ടത്തിൽ ഇരുന്ന് എന്ത് ചെയ്യാൻ? സണ്ണിന്, സൂര്യൻ വരുന്നത് കാണാൻ. ഇൻ ദ ചാരിയറ്റ് ഓഫ് ഗോൾഡ്. സൂര്യന്റെ കളർ എന്താണ്? ആക്ച്വലി ഇറ്റ് ഇസ് എ ഗോൾഡൻ യെല്ലോ അല്ലേ? അതാണ് ചാരിയറ്റ് ഓഫ് ഗോൾഡ്. സ്വർണ്ണരഥത്തിൽ വരുന്ന സൂര്യനെ കാണാനും, പിന്നെയോ മൂൺ ഇൻ എ ചാരിയറ്റ് ഓഫ് പേൾ അല്ലേ? മൂണിന്റെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റിഷ് ആണ്. സോ ദാറ്റ് ഇസ് വൈ പേൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂണും രഥത്തിൽ വരുന്നത് കാണാനും ഒക്കെ നല്ല മനോഹരമാണ് എന്നാണ് നൈറ്റിംഗൽ പറയുന്നത്. Sweet is the scent of hawthorn, and sweet are the bluebells that hide in the valley, and the heather that blows on the hill. So this is hawthorn, this is bluebells and the heather. ഇതെല്ലാം മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്ന് ചെടികളെയാണ് പറയുന്നത്. സ്വീറ്റ് ഇസ് ദ സെന്റ് ഓഫ് ഹാവത്തോൺ. ഹാവത്തോണിന്റെ മണം എന്ന് പറയുന്നത് നല്ല മധുരമുള്ളതാണ്. ആൻഡ് സ്വീറ്റ് ആർ ദ ബ്ലൂ ബെൽസ് ദാറ്റ് ഹൈഡ് ഇൻ ദ വാലി. താഴ്വരയിൽ ഒളിച്ചിരിക്കുന്ന ബ്ലൂ ബെൽസും സ്വീറ്റ് ആണ്. ആൻഡ് ദ ഹിതർ ദാറ്റ് ബ്ലോസ് ഓൺ ദ ഹിൽ. ഹിതർ എന്ന് പറയുന്നത് അതിങ്ങനെ ഹിൽ ബ്ലോ ചെയ്യുന്നതും ഒക്കെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പൊ ഈ ഭൂമിയിൽ നിറയെ മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ട്. Yet love is better than life. എന്നിരുന്നാലും ജീവനേക്കാൾ പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ ജീവനേക്കാൾ നല്ലതാണ് സ്നേഹം. ഇങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ജീവനുള്ളതിനേക്കാൾ നല്ലതാണ് സ്നേഹം. ആൻഡ് വാട്ട് ഇസ് ദ ഹാർട്ട് ഓഫ് എ ബേർഡ് കമ്പയർഡ് ടു ദ ഹാർട്ട് ഓഫ് എ മാൻ? ഒരു മനുഷ്യന്റെ ഹൃദയം വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു കിളിയുടെ ഹൃദയം എന്ന് പറയുന്നത് അത്ര വിലയൊന്നും ഇല്ല
എന്ന് തന്നെയാണ് നൈറ്റിംഗേൽ പറയുന്നത്. അപ്പോൾ സ്നേഹമാണ് ജീവനേക്കാൾ വലുത്. ഒരു മനുഷ്യന്റെ ഹൃദയം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് ഒരു വിലയില്ല, അല്ലെങ്കിൽ ഒരു കിളിയുടെ ഹൃദയത്തിന് വിലയില്ലെന്നാണ് നൈറ്റിംഗേൽ പറയുന്നത്. So she spread her brown wings for flight and soared into the air. She swept over the garden like a shadow, and like a shadow she sailed through the room. എന്താണ് അപ്പോൾ ബ്രൗൺ വിങ്സ് നേരത്തെ പറഞ്ഞ സെന്റൻസ് തന്നെയാണ്. അപ്പോൾ ബ്രൗൺ വിങ്സ് പടർത്തി പറക്കുകയാണ്, ഈ വായുവിൽ പറന്ന് നടക്കുവാണ്. ഷീ സെപ്റ്റ് ഓവർ ദ ഗാർഡൻ ലൈക്ക് എ ഷാഡോ, ഒരു നിഴല് പോലെ എല്ലായിടത്തും പോവാണ്, ഗാർഡനിൽ ചുറ്റുമാണ്. ആൻഡ് ലൈക്ക് എ ഷാഡോ ഷീ സെയിൽ ത്രൂ ദ ഗ്രൂപ്പ്, തോട്ടത്തിൽ ഒരു നിഴല് പോലെ പറക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ യങ് സ്റ്റുഡൻറ് വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഗ്രാസ് വേർ ഷീ ഹാഡ് ലെഫ്റ്റ് ഹിം ആൻഡ് ദ ടിയേഴ്സ് വെർ നോട്ട് യെറ്റ് ഡ്രൈ ഇൻ ഹിസ് ബ്യൂട്ടിഫുൾ ഐസ്. അപ്പോൾ ആ കുട്ടി, ആ വിദ്യാർത്ഥി, യങ് സ്റ്റുഡൻറ് ഇപ്പോഴും എവിടെയാണോ പുല്ലിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അവിടെ നിന്ന് അനങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു. നൈറ്റിംഗേൽ പോയപ്പോൾ എവിടെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഉണ്ട്. ആൻഡ് ദ ടിയേഴ്സ് വെർ നോട്ട് യെറ്റ് ഡ്രൈ ഇൻ ഹിസ് ബ്യൂട്ടിഫുൾ ഐസ് എന്ന് പറയുമ്പോൾ കരഞ്ഞ് കണ്ണീര് ഉണങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണല്ലോ ഉണങ്ങാത്ത, അല്ലെങ്കിൽ ഉണങ്ങി പോകുമല്ലോ. അപ്പോൾ കരഞ്ഞിട്ട് കണ്ണീര് ഉണങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഹി ഈസ് ക്രൈയിങ് അബൌട്ട് നോട്ട് ഹാവിങ് എ റെഡ് റോസ്. Be happy, cried the nightingale. Be happy, you shall have your red rose. നൈറ്റിംഗേൽ ഒച്ചത്തിൽ കരയാണ്, അല്ലെങ്കിൽ പറയാണ്, എന്താണ്, ബി ഹാപ്പി, സന്തോഷമായിട്ട് ഇരിക്കുക. ബി ഹാപ്പി, യു ഷാൽ ഹാവ് യുവർ റെഡ് റോസ്, നിനക്ക് നിന്റെ റെഡ് റോസ് കിട്ടും. ഐ വിൽ ബിൽഡ് ഇറ്റ് ഔട്ട് ഓഫ് മ്യൂസിക് ബൈ മൂൺ ലൈറ്റ് ആൻഡ് സ്റ്റെയിൻ ഇറ്റ് വിത്ത് മൈ ഓൺ ഹാർട്ട്സ് ബ്ലഡ്. ഞാനത് എൻ്റെ നല്ല നിലാവുള്ള രാത്രിയിൽ പാട്ട് പാടി ഞാനത് നിനക്ക് ഉണ്ടാക്കി തരും. അതിന് ഞാൻ നിറം കൊടുക്കുന്നത് എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഞാൻ അതിന് നിറം കൊടുക്കുമെന്നാണ് പറയുന്നത്. All that I ask of you in return is that you will be the true lover. പക്ഷെ ഒന്ന് മാത്രം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. എന്താണ് തിരിച്ചു ചോദിക്കുന്നത്? നീ എപ്പോഴും ട്രൂ ലവർ തന്നെ ആയിരിക്കണം. All that I asked of you in return is that you will be the true lover. ഇത് മാത്രമാണ് ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കുന്നത്, നീ ഒരു യഥാർത്ഥ കാമുകൻ തന്നെ ആയിരിക്കണം. സോ ഫേക്ക് ലവിന്റെ ആ ഒരു ഇത് പറയുകയാണ് നൈറ്റിംഗേൽ, ഇവിടെ സൂചിപ്പിക്കുകയാണ്. നീ എപ്പോഴും ഒരു യഥാർത്ഥ കാമുകനായിരിക്കണം, ശ്രമിക്കാനൊന്നുമല്ല പറയുന്നത്. പ്രോമിസ് മീ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി തിരിച്ചു തരേണ്ടത് ഇത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നീ ഒരു നല്ല കാമുകനായിരിക്കാം, നല്ല യഥാർത്ഥ കാമുകനായിരിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നൈറ്റിംഗേൽ ഇവിടെ ജീവത്യാഗം ചെയ്യുകയാണ് ഒരു റെഡ് റോസിന് വേണ്ടിയിട്ട്. The student looked up from the grass and listened, but he could not understand what the nightingale was saying to him, for he only knew the things that are written down in books. അപ്പോൾ നൈറ്റിംഗേൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ സ്റ്റുഡൻറ്റിനോട്. അപ്പോൾ ഒരു കിളി പറയുന്നത് കേട്ട് മനസ്സിലാക്കാനുള്ള വിവരമൊന്നും നമ്മുടെ സ്റ്റുഡൻറ്റിനില്ല. അപ്പോൾ സ്റ്റുഡൻറ്റ് പക്ഷേ കിളി ഇങ്ങനെ കിടന്ന് ചിലക്കണ കേട്ടപ്പോൾ തല പൊക്കി നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ നൈറ്റിംഗേൽ വാസ് സീയിങ് ടു ഹിം. പക്ഷേ എന്താണ് നൈറ്റിംഗേൽ പറയുന്നതെന്ന് മനസ്സിലായില്ല. ഫോർ ഹി ഓൺലി ന്യൂ ദ തിങ്സ് ദാറ്റ് ആർ റിട്ടൺ ഡൗൺ ഇൻ ബുക്സ്. ബുക്കിൽ എഴുതിയിരിക്കുന്നത് മാത്രമാണ് കുട്ടിക്ക് അറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നൈറ്റിംഗേൽ പറഞ്ഞത് എന്താണെന്ന് കുട്ടിക്ക് വ്യക്തമായില്ല. But the oak tree understood and felt sad, for he was very fond of the nightingale who had built her nest in his branches. അപ്പോൾ പക്ഷേ ആർക്ക് മനസ്സിലായി? ഓക്ക് ട്രീക്ക് മനസ്സിലായി. ഓക്ക് ട്രീക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഓക്ക് ട്രീയുടെ ബ്രാഞ്ചസിൽ ഒരു കൊമ്പിലാണ് നൈറ്റിംഗേൽ കൂടുകൂട്ടി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നൈറ്റിംഗേലിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓക്ക് ട്രീക്ക്. അപ്പോൾ ഈ നൈറ്റിംഗേൽ ചാവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ റോസ് ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ കേട്ടപ്പോൾ ഓക്ക് ട്രീക്ക് ഭയങ്കര സങ്കടമായി. സിംഗ് മീ വൺ ലാസ്റ്റ് സോങ്, ഹി വിസ്പേർഡ്. എന്താണ്? പതുക്കെയാണ് പറയുന്നത്, കാരണം സങ്കടത്തിലാണല്ലോ. അതാണ് അവിടെ വിസ്പറിങ് വരുന്നത്. സിംഗ് മീ, എനിക്ക് വേണ്ടി ഒരു അവസാന പാട്ട് പാടിത്തരൂ എന്ന് പതുക്കെയാണ് ചോദിക്കുന്നത്. ഐ ഷാൽ ഫീൽ വെൻ യു ആർ ഗോൺ. നീ പോയി കഴിയുമ്പോൾ അത് ഫീൽ ചെയ്തോളാം. ലൈക്ക് ഒരാളുടെ മരണം ഉറപ്പാണ്. അപ്പോൾ അയാൾ അത്രയും പ്രിയപ്പെട്ടതാകുമ്പോൾ എന്താണ്, ഞാനത് മനസ്സിലാക്കിക്കോളാം, അല്ലെങ്കിൽ നീ പോയിട്ട് ഈ പാട്ട് കൊണ്ട് നിന്നെ ഓർത്തോളാം എന്നാണ് പറയുന്നത്. So the nightingale sang to the oak tree and her voice was like water bubbling from a silver jar. അപ്പോൾ എന്താണ്, നൈറ്റിംഗേൽ പാടി, ഓക്ക് ട്രീക്ക് വേണ്ടി പാട്ട് പാടുകയാണ്.
ആൻഡ് ദ വോയിസ് വാസ് ലൈക്ക് വാട്ടർ ബബ്ലിംഗ് ഫ്രം എ സിൽവർ ജാർ. ഒരു സിൽവർ ജാറിലിരുന്ന് വാട്ടർ ഇങ്ങനെ ബബിൾ ചെയ്യില്ലേ, അതുപോലെ ഇരുന്നു. അത്രയും മനോഹരമായിരുന്നു എന്താണ് നൈറ്റിംഗേളുടെ പാട്ടെന്നാണ് പറയുന്നത്. When she had finished the song, the student got up and pulled a notebook and pencil. നൈറ്റിംഗേൾ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ യങ് സ്റ്റുഡൻറ്റ് അത്രയും നേരം പുല്ലിൻ്റെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എഴുന്നേറ്റ് ഒരു ബുക്ക് വലിച്ചെടുത്തു ആൻഡ് എ പെൻസിൽ, ഒരു പെൻസിൽ എടുത്തു. ഒരു ബുക്ക് വലിച്ചെടുത്തു, പെൻസിൽ എടുത്തു. അപ്പോൾ എന്താ ചെയ്യാൻ പോണേ? എന്തോ എഴുതാൻ പോവുകയാണ് അല്ലേ. And when the moon shone in the heavens, the nightingale flew to the red rose tree and set her breast against the thorn. അപ്പോൾ രാത്രിയായപ്പോൾ ആര് വന്നു? മൂൺ വന്നു. മൂൺ വന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രൻ വന്നു അല്ലേ, നല്ല നിലാവായി. ഷോൺ ഇൻ ദ ഹെവൻസ് അല്ലേ. ഷോൺ ഇൻ ദ ഹെവൻസ് എന്ന് പറയുമ്പോൾ ഷൈൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്വർഗത്തിൽ തിളങ്ങി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നിലാവുള്ള സമയമായി. അപ്പോൾ നൈറ്റിംഗേൾ എന്ത് ചെയ്യും? റെഡ് റോസ് ട്രീയുടെ അടുത്തോട്ട് പോവുകയാണ്. ആൻഡ് സെറ്റ് എ ബ്രസ്റ്റ്, എന്നിട്ട് ബ്രസ്റ്റ് എവിടെ? മുള്ളിനോട് ചേർത്ത് വെച്ചു. All night long she sang with her breast against the thorn and the cold crystal moon leaned down and listened. അപ്പോൾ കംപ്ലീറ്റ് ഓൾ നൈറ്റ് ലോങ് ഷീ സാങ് എന്ന് പറയുമ്പോൾ ഫുൾ എൻറ്റയർ നൈറ്റ് പാടുകയാണ്. വിത്ത് എ ബ്രസ്റ്റ്, വെറുതെ പാടുകയല്ല, ബ്രസ്റ്റ് മുള്ളിനോട് ചേർത്ത് വെച്ചിട്ടാണ് പാടുന്നത്. ആൻഡ് ദ കോൾഡ് ക്രിസ്റ്റൽ മൂൺ, നല്ല തണുത്ത ക്രിസ്റ്റൽ ആയിട്ടുള്ള മൂൺ ലീൻഡ് എന്താണ്? കുനിഞ്ഞു വന്നിട്ട് അത് ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. All night long she sang and the thorn went deeper and deeper into her breast and her lifeblood ebbed away from her. എന്താണ്? അപ്പോൾ ഫുൾ രാത്രി പാടുകയാണ്. അപ്പോൾ തോൺ, ആ മുള്ള് ആ ഹൃദയത്തിലോട്ട്, ബ്രസ്റ്റ്, നമുക്കറിയാം ബ്രസ്റ്റ് ആണ് നമ്മുടെ ഔട്ടർ കവറിങ് വരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹൃദയം കാണുന്നത്. ഹൃദയം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഹൃദയത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് തോൺ വെൻ ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ടു ആ ബ്രസ്റ്റ് and her life blood ebbed away from her. അപ്പോൾ ലൈഫ് ബ്ലഡ് മൂവ് അവേ എന്നാണ്. അപ്പോൾ അവളിൽ നിന്ന് ജീവരക്തം മാറിപ്പോയി, അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയി എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. എങ്ങോട്ടാണ് മാറുന്നത്? റോസ് ചെടിയിലോട്ടാണ് മാറേണ്ടത് അല്ലേ. On the topmost spray of the rose tree there blossomed a marvelous rose, petal following petal as song followed song. എന്താണ്? അപ്പോൾ ഈ മരത്തിൻ്റെ, ഈ റോസ് ചെടിയുടെ ഏറ്റവും മുകളിലായിട്ട് സ്പ്രാങ് ഓഫ് ദ റോസ് ട്രീ, സ്പ്രേ ഓഫ് ദ റോസ് ട്രീ, ദേ ബ്ലോസംഡ് എ മാർവലസ് റോസ്. അവിടെ എന്താണ്? ഒരു റോസ് വിരിഞ്ഞു. പെറ്റൽ ഫ്രം പെറ്റൽ, പെറ്റൽ ഓരോ പെറ്റലായിട്ട് വിരിയുന്നത് നമുക്ക് കാണാമായിരുന്നു. ആസ് സോങ് ഫോളോഡ് സോങ്, എന്താണ്? ഒരു പാട്ടിനെ ഫോളോ ചെയ്ത് വേറൊരു പാട്ട് വരുന്നത് പോലെ ഓരോ ഇതളുകൾ കഴിഞ്ഞ് ഓരോ ഇതളുകൾ വരുന്നത് വ്യക്തമായി നല്ലൊരു മനോഹരമായ റോസ് അവിടെ ഉണ്ടാവുകയായിരുന്നു. But the tree cried to the nightingale to press closer against the thorn. പക്ഷേ മരം കരഞ്ഞു. നൈറ്റിംഗേളിനോട് പറയാണ് കുറച്ചും കൂടി പ്രസ് ചെയ്യാൻ, മുള്ള് നിന്റെ ഹൃദയത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നീ അടുപ്പിച്ച് വയ്ക്കാൻ, കുറച്ചും കൂടി നീ അമർത്താൻ ആണ് ആവശ്യപ്പെടുന്നത്. Press closer little nightingale. കണ്ടോ? Press closer little nightingale cried the tree, or the day will come before the rose is finished. അല്ലാന്നുണ്ടെങ്കിൽ നീ അത് നന്നായിട്ട് അമർത്തി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, മുള്ളാണ്ടോ ചേർത്ത് വെക്കുന്നേ, ചേർത്ത് വെച്ചിട്ടില്ലെങ്കിൽ സൂര്യൻ വരും. സൂര്യൻ വന്നു കഴിഞ്ഞാൽ, റോസ് തീരുന്നതിന് മുമ്പ് സൂര്യൻ വന്നേക്കാം, ദിവസം തുടങ്ങുമെന്നാണ് പറയുന്നത്. കാണാലോ നിങ്ങൾക്ക് അല്ലേ. So the nightingale pressed closer against the thorn and louder grew her song. അപ്പോൾ നൈറ്റിംഗേൾ എന്തെടുത്തു? കുറച്ചും കൂടി നന്നായിട്ട് പ്രസ് ചെയ്തു, കുറച്ചും കൂടി നന്നായിട്ട് ചേർത്ത് വയ്ക്കുകയാണ്. തൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോര വാർന്നൊഴുകി ആ റോസപ്പൂവിന് കളർ കൊടുക്കാൻ. മിസ് പറഞ്ഞു ഫിക്ഷൻ ആണെന്നല്ലേ, കംപ്ലീറ്റ് ഫിക്ഷൻ ആണ്, ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് നല്ല ഉച്ചത്തിലാണ് പാട്ട് പാടുന്നത്. ആൻഡ് എ ഡെലിക്കേറ്റ് ഫ്ലഷ് ഓഫ് പിങ്ക് കെയിം ഇൻ ടു ദ ലീവ്സ് ഓഫ് ദ റോസ്. അപ്പോൾ ഒരു ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ്, ഒരു ഫ്ലഷ് ഓഫ് പിങ്ക്, ഫ്ലഷ് എന്ന് പറഞ്ഞാൽ കളർ, അത് റെഡ് കളർ, ഒരു പിങ്ക് കളറിൽ ആ റോസ് ചെടിയിലോട്ട് പകരുകയാണ്. ഓക്കെ, ഇതൊരു റിയൽ സ്റ്റോറി ആയിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിയില്ലേ. ഒരു ബേർഡ് നമ്മളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിക്കുന്നത്. And the tree cried to the nightingale to press closer against the thorn. പക്ഷെ ഇവിടെ ട്രീ കരച്ചിൽ നിർത്തിയിട്ടില്ല, കുറച്ചും കൂടി ക്ലോസർ ആയിട്ട്, കുറച്ചും കൂടി അടുപ്പിച്ച് നിർത്താൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി മുള്ള് ഉള്ളിലോട്ട് കയറ്റാനാണ് പറയുന്നത്. പ്രസ് ക്ലോസർ ലിറ്റിൽ നൈറ്റിംഗേൾ ക്രൈഡ് ദ ട്രീ.
or the day will come before the rose is finished. അല്ലാന്നുണ്ടെങ്കിൽ ദിവസം ആരംഭിക്കും, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. So the nightingale pressed closer against the thorn, and the thorn touched her heart, and a pierced pang of pain shot through her. അപ്പോൾ നൈറ്റിംഗേൽ ഒന്നും കൂടി ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ മുള്ള് എവിടെയാണ് പോയി കൊള്ളുന്നത് നോക്കിയേ, ഹേർട്ട്, ഹൃദയത്തിൽ പോയി കൊണ്ടു. പ്രസ് ചെയ്യുന്ന ഹൃദയത്തിൽ പോയി കൊള്ളണമെങ്കിൽ അത്രത്തോളം ആഴത്തിലായിരിക്കണം ആ മുള്ള് ചെല്ലുന്നത്, അല്ലേ? ആൻഡ് പിയേഴ്സ് പാങ് ഓഫ് പെയിൻ, പിയേഴ്സ് എന്ന് വെച്ചാൽ അത്രയും ഉഗ്രമായ വേദന, ഉഗ്രമായ വേദന ിലൂടെ ആ കിളി കടന്നു പോവുകയാണ്. Bitter, bitter was the pain, and wilder grew her song, for she sang of the love that is perfected by death, of the love that dies not in the tomb. എന്താണ് ബിറ്റർ? ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പ. പക്ഷെ ഇവിടെ കയ്പ് എന്ന് പറഞ്ഞാൽ അത്രയും വേദന എടുക്കുന്നത് കൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. വാസ് ദ പെയിൻ, അത്രയും എന്താണ് സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു. ആൻഡ് വൈൽഡർ ഒരു മീൻസ് അത്രയും ഒച്ചത്തിൽ അലറി വിളിച്ചിട്ടാണ് നൈറ്റിംഗേൽ പാടുന്നത്. For she sang of the love that is perfected by death. മരണത്തിനാൽ കംപ്ലീറ്റ് ആക്കുന്ന സ്നേഹത്തെ കുറിച്ചിട്ടാണ് പാട്ട് പാടുന്നത്. ഓഫ് ദ ലവ്, ഏത് സ്നേഹത്തെ കുറിച്ചിട്ടാണ്? ദാറ്റ് ഡൈസ് നോട്ട് ഇൻ ദ ടോംബ്, ഒരു ശവക്കല്ലറയിൽ അവസാനിക്കുന്ന സ്നേഹത്തെ കുറിച്ചിട്ടല്ല നൈറ്റിംഗേൽ പാടുന്നത്. എന്നും നിലനിൽക്കുന്ന അനശ്വരമായ സ്നേഹത്തെ കുറിച്ചിട്ടാണ് നൈറ്റിംഗേൽ പാടുന്നത്. ഇങ്ങനെയുള്ള സ്നേഹമൊക്കെ ഉണ്ടാകുന്ന എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് ലൈക്ക് എന്താണ് ഇത്, ഞാൻ പറഞ്ഞല്ലോ ഫിക്ഷനാണ്, കംപ്ലീറ്റ് ഫിക്ഷൻ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഫിക്ഷൻ തന്നെയാണ്. കുറച്ചും കൂടി പഴയ കുറച്ച് കാലത്തിലായിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രൂ ലവ്, സിൻസിയർ ലവ് ഒക്കെ ഉണ്ടായിരുന്നു. നൗ എവറിത്തിങ് ഇസ് പ്രിറ്റൻഡിങ്, എല്ലാം പ്രഹസന മൊത്തത്തിൽ, അല്ലേ? നിങ്ങൾക്കറിയാം എന്നെയൊക്കെ കൂടുതൽ. ആൻഡ് ദ മാർവലസ് റോസ് ബിക്കെയിം ക്രിംസൺ ലൈക്ക് ദ റോസ് ഓഫ് ദ ഈസ്റ്റേൺ സ്കൈ. അപ്പോൾ റോസ് എന്തായി? നല്ല ഡാർക്ക് റെഡ്. ക്രിംസൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുന്ന അത്രയും കളറാണ്, അത്രയും റെഡിഷ് കളറാണ്. അപ്പോൾ ആ അത്രയും നല്ലൊരു റെഡ് കളറ് ഇവിടെ കിട്ടുകയാണ് റോസിന്. ലൈക്ക് ദ റോസ് ഓഫ് ദ ഈസ്റ്റേൺ സ്കൈ, ആകാശത്തിലെ ആ റോസിനെ പോലെ അത്രയും നല്ല ചുവന്ന കളറ് റോസിന് കിട്ടുന്നു. But the nightingale's voice grew fainter, and her little wings began to beat, and a film came over her eyes. എന്താണ്? പക്ഷെ നൈറ്റിംഗേലിന്റെ ശബ്ദം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ വേദനയോടൊപ്പം നൈറ്റിംഗേൽ ചെയ്യുന്നത് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫെയിൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞു വരുന്നു, അല്ലേ? ശബ്ദം കുറഞ്ഞു വരുന്നു. ആൻഡ് ലിറ്റിൽ വിങ്സ് ബിഗാൻ ടു ബീറ്റ്, ആ ചിറകുകൾ മിടിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ എന്താണ്? ലൈക്ക് പറക്കുമ്പോൾ മിടിക്കുക, അങ്ങനെ ഹൃദയം മിടിക്കണത് എപ്പോഴാണ്? കുറച്ച് പേടി വരുമ്പോൾ, കുറച്ച് ടെൻഷൻ വരുമ്പോഴൊക്കെയാണ് നമുക്ക് ശരിക്കും. എല്ലാ നേരവും മിടിക്കുന്ന ഹൃദയമാണെങ്കിൽ പോലും പെട്ടെന്നൊരു ടെൻഷൻ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒച്ച ശരിക്കും കേൾക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ പെട്ടെന്നൊരു ടെൻഷനോ എന്തെങ്കിലുമൊക്കെ ഒരു ട്രബിൾ വരുമ്പോൾ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. Fainter and fainter grew her song, and she felt something choking her inner throat. അപ്പോൾ പാട്ട് പിന്നെയും വോളിയം കുറഞ്ഞു റെഡി. വൈൽഡർ ആയിരുന്ന പാട്ട് ഇപ്പം ശബ്ദം കുറഞ്ഞു വരുവാണ്. മാത്രമല്ല എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ്? തൊണ്ടയിൽ എന്തോ ചോക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി കുത്തിക്കൊള്ളുന്നില്ല, ശ്വാസം മുട്ടിക്കുന്ന പോലെ ഒരു ഫീല് നൈറ്റിംഗേലിന് തോന്നുകയാണ് തൊണ്ടയിൽ. Then she gave one last burst of music. അതിനുശേഷം അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഫീല് വന്നതിന് ശേഷം ഒരു അവസാനമായിട്ട് ഒരു ബേസ്റ്റ്, ഒരു പാട്ട് പാടുകയാണ്. The white moon heard it, and she forgot the dawn and lingered on in the sky. അപ്പോൾ വൈറ്റ് മൂൺ വൈറ്റ് കളറാണ്, അല്ലേ? ആ വൈറ്റ് മൂൺ ഇത് കേൾക്കുന്നുണ്ട്. ആൻഡ് ഷീ ഫോർഗോട്ട് ദ ഡോൺ, പ്രഭാതമാകാൻ പോകുന്നത്. പ്രഭാതമാകുമ്പോൾ മൂണിന് പോകണം, അല്ലേ? മൂന്നല്ലല്ലോ പിന്നെ ഡ്യൂട്ടി, സണ്ണിനല്ലേ? അപ്പോൾ പ്രഭാതമാകാൻ പോകുന്നത് മറന്നു. ആൻഡ് ലിങ്കേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേ ഇൻ എ പ്ലേസ് ആണ്. അവിടെ തന്നെ നിന്നു പാട്ട് കേട്ടിട്ട്, അത്രയും മനോഹരമായ പാട്ട് കേട്ടിട്ട് മൂന്ന് വേറെ എവിടെയും പോകാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഓൺ ഇൻ ദ സ്കൈ. The red rose heard it, and it trembled all over with ecstasy and opened its petals to the cold morning air. അപ്പോൾ എന്താണ്? റെഡ് റോസ്, ആ ചുവന്ന റോസാപ്പൂവും ഇത് കേൾക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ട്രെമ്പിൾഡ്, വിറച്ചു. ഓൾ ഓവർ വിത്ത് എക്സ്റ്റസി. ഇതിനിവിടെ എന്താണ്? ഒരു ഓവർലാമിങ് ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ആണ്. എക്സ്റ്റസി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ട് കണ്ണ് തുറക്കുകയാണ്. നമ്മുടെ പ്രഭാതത്തിലോട്ട് കണ്ണ് തുറക്കുന്നതാണ് റെഡ് റോസ്. ഓക്കെ, അപ്പോൾ
നൈറ്റിംഗേലിൻ്റെ പാട്ട് കേട്ട് 3 പ്രഭാതമായതറിയാൻ മറന്നുപോയിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. റെഡ് റോസ് നന്നായിട്ട് വിരിഞ്ഞു വന്നു. Look, look, cried the tree. The rose is finished now. But the nightingale made no answer, for she was lying dead in the long grass with the thorn in her heart. അപ്പൊ ട്രീ ഇത്രയും നേരം പ്രസ് ക്ലോസർ എന്നൊക്കെ പറഞ്ഞ ട്രീ ഇപ്പൊ പറയുന്നത് ലുക്ക് ലുക്ക് നോക്ക് നോക്ക്, ദ റോസ് ഇസ് ഫിനിഷ്ഡ് നൗ. റോസ് കംപ്ലീറ്റ് ആയി, റോസ് തീർന്നു. ബട്ട് ദ നൈറ്റിംഗേൽ മെയ്ഡ് നോ ആൻസർ. പക്ഷെ നൈറ്റിംഗേൽ ഒരു മറുപടിയും പറയുന്നില്ല. ഫോർ ഷി വാസ് ലൈയിങ് ഡെഡ് ഇൻ ദ ലോങ് ഗ്രാസ്. എന്താണ് പുല്ലിന്റെ അവിടെ ചത്ത് കിടക്കുവാണ് അല്ലേ, മരിച്ചു. ഇൻ ദ ലോങ് ഗ്രാസ് വിത്ത് എ തോൺ ഇൻ എ ഹെഡ്. ആ ഹൃദയത്തിൽ മുള്ളുകൊണ്ട് തന്നെയാണ് ആ പുല്ലില് നൈറ്റിംഗേൽ മരിച്ചു കിടക്കുന്നത്. At noon the student opened his window and looked out. അപ്പോൾ ഉച്ചയാകുമ്പോഴാണ് സ്റ്റുഡൻറ്റ് എണീക്കുന്നത്. സ്റ്റുഡൻറ്റ് എഴുന്നേറ്റ് വിൻഡോ തുറന്നു പുറത്തോട്ട് നോക്കി. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ വിൻഡോയുടെ അടുത്തുള്ള റോസ് ട്രീ ആണ് അല്ലേ. അപ്പോൾ വിൻഡോ തുറന്ന് പുറത്തോട്ട് നോക്കി. Why? What a wonderful piece of luck, she cried. എന്ത് നല്ല അല്ലേ, എന്താണ് ഒരു മനോഹരമായ, വണ്ടർഫുൾ എന്ന് പറയുമ്പോൾ മനോഹരമായ അല്ലേ, അത്ഭുതകരമായ പീസ് ഓഫ് ലക്ക്, ഒരു ഭാഗ്യമോ എനിക്കോ എന്നുള്ള ഇതാണ് അവിടെ. Here is a red rose. ഇതാ ഇവിടെ ഒരു റെഡ് റോസ്. I have never seen any rose like it in all my life. ഇതുപോലെ ഒരു ചുമന്ന റോസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് he leaned down and plucked it. എന്നിട്ട് വിൻഡോയിൽ കൂടിയാണല്ലോ, അപ്പോൾ കുഞ്ഞ് പറിച്ചു. അപ്പോൾ വിൻഡോയിൽ കുഞ്ഞ് പൂവ് പറിച്ചു. Then he put on his hat and ran up to the professor's house with the rose in his hand. അപ്പോൾ ക്യാപ്പ് വെച്ചു. ക്യാപ്പ് വെച്ചിട്ട് ran up to the professor's house. പ്രൊഫസറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. The rose in his hand. കയ്യിൽ റോസപ്പൂവായിട്ട് പ്രൊഫസറിൻ്റെ അടുത്തോട്ട് പോവാണ്. The daughter of the professor was sitting in the doorway winding blue silk on a reel and a little dog was lying at her feet. എന്താണ് അപ്പോൾ ഈ പ്രൊഫസറിൻ്റെ മോളാണ് ഡാൻസ് കളിക്കാൻ പറയുന്നത്. അപ്പോൾ പ്രൊഫസറിൻ്റെ മോള് ഡോർവേ ആ വാതിക്കെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ബ്ലൂ സിൽക്ക്, വൈൻഡിങ് എന്ന് പറഞ്ഞാൽ തയ്ക്കുക എന്നാണ് അർത്ഥം. വൈൻഡിങ് ഇന്ന് നൂല് നോക്കുന്ന. അപ്പോൾ ബ്ലൂ സിൽക്ക് ഓൺ എ റീൽ ആൻഡ് എ ലിറ്റിൽ ഡോഗ്. അപ്പോൾ അടുത്ത് തന്നെ പട്ടി, കുഞ്ഞു പട്ടി കിടക്കുന്നുണ്ടായിരുന്നു. കാലിൻ്റെ അടുത്തായിട്ട് പട്ടി കിടക്കുന്നുണ്ടായിരുന്നു. You said that you would dance with me if I brought you a red rose, cried the student. നീ പറഞ്ഞില്ലേ ഞാൻ നിനക്കൊരു റെഡ് റോസ് കൊണ്ടുവന്നാൽ നീ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാമെന്ന് എന്ന് യങ് സ്റ്റുഡൻറ്റ് പറയുകയാണ്. Here is the reddest rose in all the world. ഇതാ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ചുവന്ന റോസാപ്പൂവ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. You will wear it tonight next to your heart and we will dance together. നീ ഇത് നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ഇന്ന് ഒരുമിച്ച് ഡാൻസ് ചെയ്യുമെന്നാണ് സ്റ്റുഡൻറ്റ് പറയുന്നത്. ബട്ട് ദ ഗേൾ ഫ്രൗണ്ട്. എന്താണ് പക്ഷെ ഇവിടെ പെൺകുട്ടി നെറ്റി ചുളിക്കുകയാണ്. ഫ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മിസ് ഇപ്പോൾ കാണിച്ചില്ലേ, അതെ ഫ്രൗണ്ട്, നെറ്റി ചുളിക്കുകയാണ്. എന്താ നോക്കാം. I am afraid it will not go with my dress, she answered. And besides, the Chamberlain's nephew has sent me some real jewels, and everybody knows that jewels cost far more than flowers. എന്താ പറയുന്നത്? I am afraid it will not go with my dress. എനിക്ക് പേടിയുണ്ട് അതെൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യില്ലെന്ന്. She answered. And besides, മാത്രമല്ല ആരാണ്? The Chamberlain's nephew. ചേംബർലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കോട്ട്, ഒരു ഇപ്പം നമുക്കറിയാം ഒരു കൊട്ടാരത്തിൽ അവിടുത്തെ കാര്യങ്ങൾ ഒരു ഓഫീസറാണ് ഹു മാനേജ് എവറിത്തിങ്. അതാണ് അതിൻ്റെ നെഫ്യൂ. നെഫ്യൂ എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെ മോനോ സിസ്റ്ററിൻ്റെ മോനോ ഒക്കെ ആവും. അപ്പോൾ നെഫ്യൂ എന്ത് തന്നു? ഹാസ് സെൻഡ് മീ സം റിയൽ ജുവൽസ്. എനിക്ക് കുറച്ച് റിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സ്വർണം തന്നിട്ടുണ്ട്. ആൻഡ് എവ്രിബഡി നോസ് ദാറ്റ് ജുവൽസ് കോസ്റ്റ് ഫാർ മോർ ദാൻ ഫ്ലവേഴ്സ്. സ്വർണത്തിന് പൂവിനേക്കാ വിലയുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. വെൽ അപ്പോൺ മൈ വേർഡ് യു ആർ വെരി അൺഗ്രേറ്റ്ഫുൾ. എന്താണ് പറയുന്നത്? എൻ്റെ വാക്കിനല്ല, എൻ്റെ വാക്കുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ്, ഏറ്റവും നന്ദിയില്ലാത്തവളാണ് നീ എന്ന്. അൺഗ്രേറ്റ്ഫുൾ. സെഡ് ദ സ്റ്റുഡൻറ് ആംഗ്രിലി. ദേഷ്യത്തോടെയാണ് പറയുന്നത്. ആൻഡ് ഹി ത്രൂ ദ റോസ് ഇൻ ടു ദ സ്ട്രീറ്റ്. ഈ റോസ് എന്നിട്ട് സ്ട്രീറ്റിലോട്ട്, തെരുവിലോട്ട് വലിച്ചെറിയുകയാണ്.
where it fell into the gutter. ആ റോസ് പോയി വീഴുന്നത് ഒരു കുഴിയിലാണ്. and a cart wheel went over it. ഒരു വണ്ടി അതിന്റെ പുറത്തു കൂടി കയറിപ്പോയി. what a silly thing love is, said the student as he walked away. സ്നേഹം എന്ന് പറയുന്നത് ഒരു പൊട്ട കാര്യമാണ്. സില്ലി എന്ന് പറയുമ്പോൾ നിസാരമാണ് അല്ലെങ്കിൽ കൊള്ളൂലാത്ത കാര്യമാണ് എന്നാണ് നമ്മുടെ സ്റ്റുഡൻറ് പറയുന്നത്. See, what was the struggle of Nightingale to build that rose? What is the reaction of that girl? And after all, what did the boy do to that rose? മനസ്സിലായില്ലേ? സോ യഥാർത്ഥ സ്നേഹം എന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഈ കഥയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഓഥർ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇത് ഓഥറിന്റെ ലൈഫ് സ്റ്റോറി ആയിട്ട് റിലേറ്റഡ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഹി ക്ലിയർലി ടെൽസ് us that love is a very silly thing. അപ്പോൾ അനുഭവമുള്ളവർക്ക് മനസ്സിലാവും ലവ് ഇസ് എ വെരി സില്ലി തിങ് എന്ന് അല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അല്ലേ. ചാപ്റ്റർ തീർന്നു. ഇനി നമുക്ക് കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ നോക്കണം. അപ്പോൾ ക്വസ്റ്റൻ ആൻസേഴ്സ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി. ഒരു ഫിക്ഷൻ സ്റ്റോറി ആയിരുന്നെങ്കിൽ പോലും വളരെ ഹാർട്ട് ടച്ചിങ് സ്റ്റോറി ആയിരുന്നു ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ് എന്നത് നമ്മളോട് പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കാം.